ചർച്ചയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബിജു രമേശ്, ആന്റണി രാജു, ശ്രീ അജയ് തറയിൽ, അഡ്വക്കേറ്റ് രാംകുമാർ, മറ്റ് അതിഥികളും അല്പസമയത്തിനകം ചേരും. ഏറ്റവും ആദ്യം ശ്രീ അജയ് തറയിലേക്ക്. അജയ് തറയിൽ, എന്താണ് ഇനിയിപ്പോൾ സർക്കാർ ചെയ്യാൻ പോകുന്നത്? നാട്ടുകാർ എന്ത് ചെയ്യണം? ഇതാ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രഥമ ദൃഷ്ടിയ കോഴ വാങ്ങിയതിന് തെളിവുണ്ട്. എന്ത് ചെയ്യാൻ പോകുന്നു ഇനി? അല്ല, പ്രഥമദൃഷ്ടിയ കോഴ വാങ്ങിയതിന് തെളിവുണ്ട് എന്ന് കോടതി പറഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കോടതിക്ക് അങ്ങനെ പറയാനാകുന്നില്ല. പിന്നെ ഈ കോടതി മാത്രമല്ലോ, ഇതിന് മുകളിൽ എത്രയോ കോടതികളുണ്ട്. ശ്രീ അജയ് തറയിൽ, വളരെ കുറച്ച് സമയം മാത്രമേ ഈ ചർച്ചയിൽ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുകയാണ്. അങ്ങേ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. കോടതിയുടെ വിധി അങ്ങയുടെ മുന്നിൽ പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളും, അതായത് 22-ാം തീയതിയും മാർച്ച് 22-ാം തീയതി 2014 ഏപ്രിൽ 2-ാം തീയതി പാലായിൽ ഇവിടെ ശ്രീ കെ എം മാണിയുടെ വസതികളിൽ പോയി ബാർ ഉടമകൾ 15-10 ലക്ഷങ്ങൾ 25 ലക്ഷം രൂപ കൊടുത്തത് അംഗീകരിച്ചുകൊണ്ട് കോടതിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറയുകയാണ്, ഓവറോൾ അനാലിസിസ് ഓഫ് ദി മെറ്റീരിയൽസ് അവൈലബിൾ ഓൺ റെക്കോർഡ് and from the events which followed in quick succession in the case at hand, it can be seen that there are sufficient materials for making out a prima facie case in respect of the alleged incident on these dates. എന്ത് വേണം ശ്രീ അജയ് തറയിൽ? താങ്കൾക്ക് അറിയാവുന്നതാണ്. അല്ല, അങ്ങനെ പ്രൈമാ ഫേസി കേസുണ്ട് എന്ന് കോടതി പറഞ്ഞ കോടതിക്ക് പിന്നെ എന്തിനാ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്? അപ്പോൾ ഈ ഞാൻ പറഞ്ഞു തരാം ശ്രീ അജയ് തറയിൽ, താങ്കൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള 75 ലക്ഷം രൂപ, 1 കോടിയിൽ 25 ലക്ഷം രൂപയുടെ കാര്യം മാത്രമേ ഇപ്പോൾ പുറത്തു വന്നുള്ളൂ. ബാക്കിയുള്ള 75 ലക്ഷം രൂപ എവിടെയെന്ന് കണ്ടുപിടിക്കാനും അമ്പിളി ഉൾപ്പെടെയുള്ളവരുടെ നുണപരിശോധനാ റിപ്പോർട്ടിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനുമൊക്കെ തുടരന്വേഷണം വേണം. ബാർ ഉടമകളുടെ റെക്കോർഡുകൾ പരിശോധിക്കണം, അവരുടെ അക്കൗണ്ട്സ് പരിശോധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. 25 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് മനസ്സിലായി. ശ്രീ അജയ് തറയിൽ, പോരെ ഇത്രയും കാര്യം? ലാലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കാം. ഈ അന്വേഷണം വിജിലൻസ് നടത്തുമ്പോൾ തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അന്വേഷണം നടത്തി ശ്രീ കെ എം മാണിക്കെതിരെ ഒരു കുറ്റപത്രം, ഒരു ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്താലും ശ്രീ കെ എം മാണി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് UDF അന്ന് നിലപാടെടുത്തിട്ടുള്ളത്. ഇന്ന് കുറ്റപത്രം ഫ്രെയിം ചെയ്തിട്ടില്ല, അതുകൊണ്ട് കെ എം മാണി രാജിവെക്കേണ്ട ആവശ്യമില്ല. ഈ കേസ് ഒരു കുറ്റപത്രം ഫ്രെയിം ചെയ്ത് ശ്രീ കെ എം മാണി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രമേ പുറത്തു പോകേണ്ട കാര്യമുള്ളൂ എന്നാണ് UDFൻ്റെ തീരുമാനം. അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ഹാലുണ്ടാക്കിയാലും എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞാലും ഈ കാര്യത്തിൽ ശ്രീ കെ എം മാണിയെ പുകച്ച് പുറത്തു ചാടിക്കാൻ നോക്കണ്ട ലാല് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ പ്രശ്നമല്ല ശ്രീ അജയ് തറയിൽ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരം നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്, പ്രോസിക്യൂഷൻ വിജിലൻസ് നാളെ അപ്പീലിന് പോകാൻ പോകുന്നു എന്നാണ്. സർക്കാർ അപ്പീലിന് പോകുന്നു എന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി സജേഷ് ഇപ്പോൾ ലൈനിലൂടെ. സജേഷ്, എന്താണ് വിവരങ്ങൾ? സർക്കാർ നാളെ തന്നെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നതിനുള്ള ആലോചനയാണ് നടക്കുന്നത്. വിജിലൻസിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച് ആലോചന നടക്കുന്നു. വിജിലൻസ് ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു എന്നാണ് വിജിലൻസിന്റെ പരാതി. ഈ അന്തിമ റിപ്പോർട്ട് തള്ളിയ നടപടിയും വിജിലൻസ് ഡയറക്ടർക്കെതിരായ പരാമർശവും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുക. നാളെ ഒരു ദിവസം മാത്രമാണ് ഇനി ഇലക്ഷന് മുമ്പ് കോടതി ഉള്ളത്. മറ്റന്നാളും അതിനടുത്ത ദിവസവും ശനിയും ഞായറും കോടതി അവധിയാണ്. അതുകൊണ്ട് നാളെ തന്നെ കോടതി സമീപിക്കുന്നതിനുള്ള സാധ്യതയാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നത്. വിജിലൻസിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച് ആലോചന നടക്കുന്നു. ഒരുപക്ഷെ നാളെ തന്നെ സ്റ്റേ ആവശ്യപ്പെട്ട് നാളെ രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. കേസിന്റെ മെറിറ്റിലേക്ക് ജഡ്ജി കടന്നു. ഒരു കേസിന്റെ അന്വേഷണ തിരിച്ചെത്താം. എന്തായാലും പറഞ്ഞു വരുന്നതനുസരിച്ച് ശ്രീ അജയ് തറയിൽ, അതായത് കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിരിക്കുന്നു. എന്തിന് കേസിന്റെ മെറിറ്റ് നോക്കാൻ പോയി? പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതിയല്ലോ. അതായത് ഈ കേസ് തുടരെ അന്വേഷിക്കണമോ വേണ്ടയോ എന്ന ഒറ്റ വാചകം പറയാതെ എന്തിനകത്ത് കയറി ലക്ഷങ്ങൾ എവിടെയൊക്കെ ആരൊക്കെ വാങ്ങി എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ വിജിലൻസ് നാളെ അപ്പീലിൽ പറയാൻ പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അങ്ങനെയൊക്കെ പറയുന്നതാണോ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്? മുൻപ് SFIക്കാരനാണ്, DYFIക്കാരനാണ് ചില ജഡ്ജി എന്ന് പറഞ്ഞതുപോലെയുള്ള വാദങ്ങളാണോ ഇനി ഈ കാര്യത്തിൽ നടത്താൻ പോകുന്നത് ശ്രീ അജയ് തറയിൽ? അല്ല, ഹൈക്കോടതിയിൽ ഇത് സ്റ്റേക്ക് വേണ്ടി പോകും. ആ ഹൈക്കോടതിയിൽ പോകുമ്പോൾ സ്റ്റേ കിട്ടാൻ കഴിയുന്ന മുഴുവൻ ആർഗ്യുമെൻറ്റ്സുമാണ് ഗവൺമെൻറ് വക്കീലന്മാരും വിജിലൻസ് വക്കീലന്മാരും പറയാൻ പോകുന്നത്. അതെന്തൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ വക്കീലന്മാരും വിജിലൻസുമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു മുൻവിധിയുടെ ആവശ്യമില്ല. ഹൈക്കോടതി സ്റ്റേക്ക് പോകും. ഈ ട്രിവാൻഡ്രം വിജിലൻസ് കോടതി ഈ ലോകത്തുള്ള ഏറ്റവും അവസാനത്തെ കോടതി അല്ല. ആ കോടതിക്ക് മുകളിലായി നിരവധി കോടതികളുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിയാണ് അന്തിമ വിധി എന്ന്. ഇത് ഇങ്ങനെ എങ്ങനെയാണ് ശ്രീ അജയ് തറയിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുക? ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ KM മാണിയെ സംബന്ധിച്ച് ആദ്യം ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ വരട്ടെ, അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞു. അന്വേഷണം വന്നു. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഉള്ള കുറ്റങ്ങളായി പിന്നീട് പലപ്പോഴും ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിൽ ഡയറക്ടർ ഇടപെട്ടുകൊണ്ട്, വിജിലൻസ് ഡയറക്ടർ ഇടപെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഒരു പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ വിജിലൻസ് കോടതി പറയുന്നത്. ആ കോടതിയുടെ പരാമർശങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കാനെങ്കിലും ഒന്ന് മാറി നിന്ന് ഗവൺമെന്റിന്റെ ഇടപെടൽ നടത്താതെ അന്വേഷണത്തിനുള്ള വഴിയൊരുക്കി കൂടുതൽ സുതാര്യമായി അങ്ങ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ ശ്രീ അജയ് തറയിൽ, ഈ ഘട്ടത്തിൽ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോകുകയല്ലേ ഇപ്പോഴെങ്കിലും ചെയ്യേണ്ടത്? വലിയ കടുത്ത പ്രശ്നമാണ്, ആരോപണങ്ങളാണ്. പ്രതിപക്ഷം പോലും പറയുന്നത് സർക്കാർ തന്നെ രാജിവെക്കണമെന്നാണ് പറയുന്നത്. അത്രയെങ്കിലും ഇല്ലെങ്കിലും ഈ ആരോപണ വിധേയനായ കോടതി പരാമർശിച്ച ആൾ മാറി നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ലേ അഭികാമ്യം? അങ്ങ് പറയുന്ന അന്വേഷണമാണെങ്കിൽ കൂടി അങ്ങനെ പോവുകയാണെങ്കിൽ കൂടി അത് ഇവിടെ പ്രതിപക്ഷം പറയുന്നത് കേട്ട് ഒരു അന്വേഷണത്തിന് പോകേണ്ട കാര്യം. പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രസക്തമല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരിന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ നിൽക്കുന്നു. അത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് പ്രതിപക്ഷം പറയണ കേട്ട് ഞങ്ങൾ നിലപാടെടുക്കണമെന്നല്ല. UDFിൻ്റെ നേതാക്കൾ കൂടി തീരുമാനിച്ചിട്ടുള്ളത് ശ്രീ KM മാണി രാജിവെക്കേണ്ട ആവശ്യമില്ല. അത് ചാർജ് ഷീറ്റ് കൊടുത്താലും രാജിവെക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിനു മുമ്പ് വിജിലൻസിൻ്റെ ഇത് റദ്ദ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തിരിക്കുന്ന തീരുമാനം. ആ കാര്യത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇത് രാഷ്ട്രീയമായ ഒരു പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയമായൊരു പ്രശ്നമാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടാം, അതേപോലെ നിയമപരമായ വിഷയത്തെ നിയമപരമായി നേരിടാം. എന്നാ പിന്നെ ഇത് ആദ്യമേ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ജനങ്ങളുടെ മുമ്പിൽ മാത്രമേ ഇത് വെക്കുകയുള്ളൂ. ബാക്കി ഇനി കോടതികൾ എന്ത് പറഞ്ഞാലും ശരി, അതിനപ്പുറമുള്ള വഴികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ശ്രീ അജയ് തറയിൽ ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് രാംകുമാർ, വിജിലൻസ് കോടതിയുടെ ഇന്നത്തെ വിധിയോടുള്ള പ്രതികരണം ഇതാണ്. അത് ആവശ്യമില്ലാത്തടത്തൊക്കെ നോക്കിയിരിക്കുന്നു ജഡ്ജി. ആ രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങളിലേക്ക് പോയത്? അത് ഞങ്ങൾ ചോദ്യം ചെയ്യും. അങ്ങനെ നോക്കാൻ പാടുണ്ടായിരുന്നോ? ബാക്കി ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്. ഇതാണ് പരാമർശം. എങ്ങനെ കാണണം ഈ കോടതി വിധിയെ? വിധിയെക്കുറിച്ച് പരാതിപ്പെടാനും അതിനെക്കുറിച്ച് വേവലാതിപ്പെടാനും ബന്ധപ്പെട്ട കക്ഷികൾക്ക് അർഹതയുണ്ട്. അതിന് വിധിയെ വിമർശിക്കുകയോ ജഡ്ജിയെ വിമർശിക്കുകയല്ല മര്യാദയുടെ വഴി. അതിനെ ഉയർന്ന കോടതിയിൽ ചോദ്യം ചെയ്യാം. സർക്കാരിന് സംവിധാനം ഉണ്ടല്ലോ. വളരെ കഴിവുള്ളൊരു അഡ്വക്കേറ്റ് ജനറലുണ്ട്, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനുണ്ട്, KM മാണിക്ക് പറ്റിയ വക്കീൽമാരുണ്ട്. അവരെ വെച്ചുകൊണ്ട് ഈ വിധി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യട്ടെ. എന്താണോ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പം പ്രവചിക്കാവുന്നതേ ഉള്ളൂ. കാരണം വിജിലൻസ് കോടതി അന്തിമമായൊരു വിധി പ്രഖ്യാപിച്ചിട്ടില്ല. വിജിലൻസ് കോടതി ഒരു റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ ഡയറക്ടർ ഓഫ് വിജിലൻസിൻ്റെ നടപടിയാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. കാരണം അതിന് നിയമത്തിൻ്റെ പിൻബലമില്ല. ക്രിമിനൽ നടപടി നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഒരു നിയമത്തിൻ്റെയും പിൻബലമില്ലാതെ തൻ്റെ ഒരു സഹപ്രവർത്തകൻ കീഴുദ്യോഗസ്ഥനാണെങ്കിലും തയ്യാറാക്കിയ തെളിവുകൾ സ്വീകാര്യമല്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ നിയമം ഒരു ഡയറക്ടർ ജനറലിന് അധികാരം കൊടുക്കുന്നില്ല. ആ അധികാരം കോടതിക്കാണ്. അത് നോക്കാനുള്ള അധികാരം ജഡ്ജിക്ക് ഉണ്ടോ എന്നാണ് ഇപ്പൊ ചോദ്യം. അത് നോക്കാനുള്ള അധികാരം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടോ അഡ്വക്കേറ്റ് രാംകുമാർ? അല്ല, 173 എന്നൊരു വകുപ്പ് ക്രിമിനൽ നടപടി നിയമത്തിലുള്ളിടത്തോളം കാലം ജഡ്ജിക്ക്
പോലീസുകാർ സമർപ്പിച്ച ഏത് റിപ്പോർട്ടും നിരാകരിക്കാൻ അധികാരമുണ്ട്. കാരണം അദ്ദേഹത്തിന് ആ വകുപ്പ് തന്നെ 8ാം ഉപവകുപ്പിൽ പറഞ്ഞ മാതിരി കൂടുതൽ അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ടെങ്കിൽ അതിനു മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ട് സ്വീകരിക്കേണ്ട എന്നുള്ളത് സുവിദിതമല്ലേ? ഇത് എത്രയോ സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി വിധികളിലും പിന്നെ കൊണ്ട് തീർപ്പ് കൽപ്പിച്ച ഒരു നിയമപ്രശ്നമാണ്. കോഗ്നൈസൻസ് എന്ന വാക്കാണ് 173 ഉപയോഗിച്ചിട്ടുള്ളത്. കോഗ്നൈസൻസ് എടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ജഡ്ജിയാണ്. അദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിൽ കോഗ്നൈസൻസ് എടുക്കത്തക്ക റിപ്പോർട്ടല്ല, മറിച്ച് വികലമായ നിയമം ലംഘിക്കുന്ന റിപ്പോർട്ടാണെങ്കിൽ അത് നിരാകരിക്കാനും യുക്തമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും കൊടുക്കാനും അദ്ദേഹത്തിന് അധികാരം ലഭിക്കുന്നുണ്ട്. ഈ അധികാര വിനിയോഗം തെറ്റാണെന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാം. അല്ലാണ്ട് ജഡ്ജി ചെയ്ത് നിയമപ്രകാരമല്ല എന്ന വിമർശനത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് ആന്റണി രാജു, കെ എം മാണി സാറിന്റെ അഡ്വക്കേറ്റ് കൂടിയാണ് ചർച്ചകളിൽ താങ്കൾ. ആ നിലയ്ക്ക് അഡ്വക്കേറ്റ് എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് അഡ്വക്കേറ്റ് രാംകുമാർ എന്ന ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന അഭിഭാഷകൻ പറഞ്ഞത് കേട്ടില്ലേ? തീർപ്പ് കൽപ്പിച്ച് കഴിഞ്ഞതാണ്. ഈ പറഞ്ഞ തർക്കങ്ങളിൽ ഈ കോഗ്നിസൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞതാണ്. ഇനി അതിൽ പറഞ്ഞ് തൂങ്ങരുത്. ഇലക്ഷന് 2 ദിവസം മുമ്പ് ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഒരു അപ്പീൽ എന്നുള്ള രീതിയിലേക്ക് കോടതിയെയും ജഡ്ജിയെയും ചോദ്യം ചെയ്യാനാണോ പരിപാടി? ശരിയായിട്ടൊന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്നത് പോലെയുള്ള അപകടമൊന്നും അതിനകത്തില്ല. കാരണം അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇതൊരു അന്തിമ വിധിയല്ല, ഇതൊരു തുടരന്വേഷണം നടത്തണമെന്നുള്ളൊരു ഇടക്കാല ഉത്തരവ്. അന്തിമ വിധി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കോടതിക്ക് ഈ റെക്കോർഡുകളെല്ലാം പരിശോധിച്ച് 3 മാസത്തെ വാദവും കേട്ട് കെ എം മാണി കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നൊരു കാര്യം എന്താ, കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാൻ നിർദ്ദേശം കൊടുക്കുക ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ കെ എം മാണി ഇത്രയെല്ലാം 337 സാക്ഷികളെ ചോദ്യം ചെയ്തിട്ടും ഏതാണ്ട് 100-100ഓളം ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചിട്ടും ഇത്ര വിപുലമായ അന്വേഷണം നടത്തിയിട്ടും കെ എം മാണിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുക്കാൻ ഒന്നും കോടതിക്ക് കണ്ടെത്താൻ അങ്ങനെ കുറ്റപത്രം കൊടുക്കാൻ പോയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താണ്? ഈ കോഗ്നിസൻസ് എന്ന് പറഞ്ഞതിന്റെ അങ്ങ് അറ്റത്ത് പദവുമായിട്ടല്ലേ നിങ്ങൾ വരിക? ഇത് എവിടെ ഈ കോടതിയോട് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ ചോദിക്കുക? അവിടെ തുടരന്വേഷണം വേണമോ? ഇത് ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ റിപ്പോർട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ്റെതല്ല. അതിൽ പ്രഷർ ചെലുത്തി ഡയറക്ടർ ഇടപെട്ടു, അതിന് തെളിവുണ്ട്. ഇതിൽ പറയുന്ന ചില ലക്ഷങ്ങൾ ചില സ്ഥലങ്ങളിലായി വാങ്ങിയതിനും കൊടുത്തതിനുമുള്ള തെളിവുണ്ട്. 25 ലക്ഷത്തിൻ്റെ തെളിവുകളുണ്ട്. ഇതിത്രയുമൊക്കെ അല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടതുള്ളൂ. തുടരന്വേഷിക്കട്ടെ, ബാക്കി 1 കോടി എവിടെ പോയി എന്നുള്ളത്. അതിനുശേഷം കുറ്റപത്രത്തിൻ്റെ കാര്യം ഇതിൽ നിന്ന് തീരുമാനിക്കാം. ഇപ്പം ഞാൻ ആ വാക്ക് പറയുന്നില്ല എന്ന് ജഡ്ജി പറയുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ നിയമത്തിൻ്റെ ഭാഷയിൽ സേഫായി. എൻ്റെ ലാലെ ഈ ബഹളം വെച്ചിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള അവകാശം തരൂ. ഞങ്ങളാണല്ലോ ഇപ്പോൾ പ്രതിസ്ഥാനം നിൽക്കുന്നത്, ഞങ്ങളല്ലേ വിശദീകരിക്കേണ്ടത്. ഞങ്ങൾക്ക് പറയാൻ സമയം തരാതെ ഇത് അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ ജനങ്ങൾക്കെങ്ങനെ കാര്യം മനസ്സിലാവുക? കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടി, പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റാതെ ഇപ്പൊ വിധി വന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. അല്ലാതെ ഇത് കോടതിയല്ല ശ്രീ ആന്റണി രാജു. അതുകൊണ്ടാണ് നമ്മളുടെ കോടതിയിലുള്ള ആർഗ്യുമെന്റ് അല്ല ഇവിടെ നടത്തുന്നത്. മറിച്ച് അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കോടതിയെ സംബന്ധിച്ച് തുടരന്വേഷണത്തിന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 11 പേര് ആവശ്യപ്പെട്ടു. അതിൽ 4 പേര് ആവശ്യപ്പെടുന്നത് തുടരന്വേഷണമല്ല. 4 പേര് ആവശ്യപ്പെട്ടിരുന്നത് കെ എം മാണിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുക്കാൻ ഉത്തരവിടണമെന്നുള്ളതാണ്. ആ 4 ഹർജികൾക്കും എതിരായിട്ടാണ് ഇന്നത്തെ ഉത്തരവ് വന്നിരിക്കുന്നത്. കോടതിയിൽ ആ 4 ഹർജികളുടെയും കോടതിയെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം അത് കൺസിഡർ ചെയ്തെങ്കിൽ കെ എം മാണിയെ പ്രതിയായി കുറ്റപത്രം കൊടുക്കാൻ കോടതി നടത്തണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. തുടരന്വേഷണം നടത്തിക്കോട്ടെ, ഞങ്ങൾക്ക് തന്നെ. പിന്നെ എങ്ങനെയാണ് ആ ഹർജികൾ ഇല്ലാതാകുന്നത്? അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് കേൾക്ക്. 11 ഹർജികളുണ്ട്. അതിൽ 7 ഹർജികളാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ടത്. 4 ഹർജിക്കാർ ആവശ്യപ്പെട്ട തുടരന്വേഷണമല്ല, മറിച്ച് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കെ എം മാണിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുക്കണമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ 4 ഹർജികളിലും കുറ്റപത്രം കൊടുക്കാൻ യാതൊരു സാധ്യതയും നിയമസാധ്യതയും തെളിവുകളും കോടതിയുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് കോടതി കുറ്റപത്രം കെ എം മാണിയെ പ്രതിയായി കുറ്റപത്രം കൊടുക്കാൻ നിർദ്ദേശിക്കാത്തത്, ഉത്തരവിടാത്തത്. ഇവിടെ ഇതിപ്പോൾ കൂടുതൽ ചില കാര്യങ്ങളെക്കുറിച്ച്, CDയെ കുറിച്ച് അല്ലെങ്കിൽ അമ്പിളിയുടെ റിപ്പോർട്ടിനെ കുറിച്ച്, അമ്പിളിയുടെ പോളിഗ്രാഫ് ടെസ്റ്റിനെ കുറിച്ച് ഒക്കെ തന്നെ അവിടെയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ വിട്ടുപോയി എന്നൊരു സംശയം കോടതിക്ക് വന്നിരിക്കുന്നു. അതൊന്നുമല്ല. പേജ് നമ്പർ 55 അങ്ങയുടെ കയ്യിലുള്ളത് ഒന്ന് എടുക്കാമെങ്കിൽ അതിനകത്ത് പറയുന്നത്, ഫ്രം എ പെറൂസൽ ഓഫ് ദ സ്ക്രൂട്ടിനി റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദ ഡയറക്ടർ Vigilance and Anti-Corruption Bureau and from the covering letter attached to it, it can safely be inferred that the director
rather compelled the investigating officer to file a final report before the court in tune with the scrutiny report of the director. അതെ, എന്താണ്? ഇത് ആ ജഡ്ജിയുടെ ഒരു നിഗമനമാണിത്. ഈ ജഡ്ജിയുടെ നിഗമനം ഞാൻ പറയുന്നത് അന്തിമമല്ല. ഇതൊക്കെ തന്നെ ഞാനൊരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ജഡ്ജിമാരെ ഒന്നും വേണ്ടല്ലോ ഈ നാട്ടിൽ. ഞാൻ പറഞ്ഞല്ലോ ജഡ്ജിമാർ വേണ്ടെന്ന്. ഞങ്ങൾ ഈ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചതിന്റെ പേരിൽ ജഡ്ജിയെ നാട് കടത്തുമെന്നോ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണമെന്നോ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ജഡ്ജ്മെന്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ പറയുന്നത് ജഡ്ജിയുടെ നിഗമനമാണ്. ആ ജഡ്ജി ഇത്തരം നിഗമനങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ കോടതിയിൽ പോകും. അത് ആകപ്പാട് നിങ്ങൾക്ക് ഇതിനകത്ത് സ്വീകാര്യമായിട്ടുള്ളത് എന്താണ്? സ്വാഗതം ചെയ്യുന്നത് എന്താണ്? സ്വാഗതം ചെയ്യുന്നതോ ഇതിനകത്ത് KM മാണിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുക്കാൻ കോടതി വിധിച്ചിട്ടില്ല എന്നുള്ളത് സുപ്രധാന കാര്യം. രാംകുമാർ, അങ്ങനെ ഒരു വിധി എന്തുകൊണ്ട് ഇന്ന് ഉണ്ടായില്ല? അല്ല, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഇവിടെ ശ്രീ KM മാണി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് കൊടുത്ത റിപ്പോർട്ടാണ് നിരാകരിച്ചത്. അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തെ കുറ്റക്കാരനല്ലാതെ ആക്കാനുള്ള സാഹചര്യങ്ങളോ വസ്തുതകളോ തെളിവുകളോ സമ്പാദിക്കുന്നതിലും കോടതി മുമ്പാകെ അവതരിപ്പിക്കുന്നതിലും വിജിലൻസിന് തെറ്റുപറ്റിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, വിജിലൻസിൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സ്ഥാനത്യാഗം ചെയ്യാൻ ഡയറക്ടർ എന്തിനാ തുനിഞ്ഞത്? വിജിലൻസിനെതിരായ വിധി കൊണ്ടല്ലേ. അപ്പോൾ ആ വിജിലൻസിനെ നിയന്ത്രിക്കുക മന്ത്രിമാരുടെ പ്രതിച്ഛായയും ആയി അറിയപ്പെടുന്ന മന്ത്രിയുടെ പ്രതിച്ഛായയും ബാധിക്കില്ല എന്ന വാദത്തിന് എന്തർത്ഥമാണുള്ളത്? പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? വിജിലൻസ് ഡയറക്ടർ ചെയ്ത മര്യാദ രാഷ്ട്രീയ മര്യാദയായിട്ട് മാറ്റണോ, ആ മാതൃക പിന്തുടരണോ എന്നുള്ളത് ഓരോരുത്തരും പിന്തുടർന്ന് വരുന്ന ധാർമ്മികതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് ധാർമ്മികത പ്രതീക്ഷിക്കാൻ മാത്രം വിഡ്ഢികളെന്നല്ല കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ ധാർമ്മികമായി കുറ്റക്കാരനല്ല എന്ന് കണ്ട വസ്തുത കോടതി പാടെ നിരാകരിച്ചിരിക്കുകയാണ്, നിഷേധിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ രീതിയെപ്പോലും വിമർശിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വിജിലൻസിൻ്റെ വിമർശനമായിട്ട് ഡയറക്ടർ രാജിവെക്കുക, ലീവ് എടുക്കാനോ തയ്യാറാവുന്നത്. ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ, ഇതിനകത്ത് വിജിലൻസ് ഡയറക്ടറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുമൊക്കെ അത് തന്നെയാണ്. ഈ സൂപ്പർവൈസറി പവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ കാര്യങ്ങളെപ്പോലും മറികടന്നുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അതുകൂടാതെ 22/3/2014 2/4/2014 പേജ് നമ്പർ 59 ശ്രീ ആന്റണി രാജുവിന് നോക്കാം. അവിടെ അമ്പിളിയുടെ കാര്യം പറയുന്നുണ്ട്. അതൊന്നും കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല. ഒപ്പം 15 ലക്ഷം രൂപ ജോൺ കല്ലാട്ട്, അതുപോലെ ജേക്കബ് കുര്യൻ, ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ട്രഷറർ, ഇവരൊക്കെ നൽകിയ 25 ലക്ഷം രൂപ കൈമാറിയത് കോടതിക്ക് മനസ്സിലായി. ഇനി കുറ്റപത്രം എന്നുള്ള ഒരു വാക്കിൽ തലക്കെട്ടിൽ കാര്യങ്ങൾ വരികയല്ലേ വേണ്ടൂ? തീർച്ചയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്തരം കാര്യങ്ങൾ അവഗണിച്ചതിൽ വിജിലൻസ് ഡയറക്ടർക്ക് തെറ്റുപറ്റി എന്ന് കോടതി കണ്ടു. വിജിലൻസ് ഡയറക്ടർ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന്. ആരിൽ നിന്നാണ് സമ്മർദ്ദം? ബിജു രമേശിൽ നിന്നാവില്ലല്ലോ, അമ്പിളിയിൽ നിന്നാവില്ലല്ലോ. അപ്പോൾ ഈ റിപ്പോർട്ട് നിരാകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ സമ്മർദ്ദമല്ലേ അദ്ദേഹത്തിനുണ്ടായത്? അങ്ങനെ രാജിവെക്കാൻ തുനിയുന്ന, സ്ഥാനത്യാഗം ചെയ്യാൻ തുനിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രാഷ്ട്രീയ ശക്തികൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? അവർക്ക് ജനങ്ങളോട് കണക്ക് പറയാനുള്ള ബാധ്യതയില്ലേ? ഏത് രീതിയിലാണ് അവർ കണക്ക് പറയാൻ പോകുന്നത്? ശ്രീ അജയ് തറയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതനുസരിച്ചാണ് ഈ കേസ് ഒരു കാരണവശാലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല, മുകളിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകില്ല എന്നൊക്കെ ജനങ്ങളെ വിശ്വസിപ്പിച്ചാണ് ഈ കാര്യങ്ങൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നേരത്തെ സുകേശൻ തന്നെ പലപ്പോഴും പറഞ്ഞതനുസരിച്ച്, ഇപ്പൊ കോടതി കണ്ടെത്തിയതനുസരിച്ച് ഈ അന്വേഷണത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് കണ്ടിരിക്കുന്നു. ഇതെന്താണ് നിങ്ങൾ കൊടുത്ത വാഗ്ദാനം നടപ്പിലാകാതെ പോകുന്നത്? സമയത്ത് രമേശ് ചെന്നിത്തല മാണിസാറിനെതിരെ എന്തോ ചെയ്യുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതെന്താ? ഇത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു പാവയല്ല, ഒരു കൂട്ടിലിട്ട തത്തയല്ല. അതിന് പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. അവർക്ക് എന്തും ചെയ്യാമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അങ്ങനെയാണ് ആ ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം
അന്വേഷണം താങ്കൾ നടത്തി പറഞ്ഞത് ശരിയാണ് ശ്രീ അവരെ അജയ് തറയിൽ. കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് വിജിലൻസ് എന്തും നേരത്തെ ചെയ്യാമെന്നാണ് നിർദ്ദേശപ്രകാരം ശ്രീ രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞത്. Yes. അത് അവരെന്തും തോന്നിയതുപോലെ ചെയ്യാമെന്ന അർത്ഥത്തിൽ എടുത്തു. അവർ അത് ചെയ്തു. അതെ. വിജിലൻസ് ഡയറക്ടർ അത് മനസ്സിലാക്കി. കോടതി വിധി വന്നപ്പോൾ തന്നെ ഇതാ അദ്ദേഹം അവധിയിൽ ശരിയായിരിക്കാം. പ്രവേശിച്ചു. അതെ, അതിന് രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു? അദ്ദേഹം പൂർണ്ണമായ ഒരു കൂട്ടിലിട്ട തത്തയല്ല വിജിലൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവരെ നിയമപരമായി അതായത് ശ്രീ അജയ് തറയിൽ ഇപ്പൊ വിജിലൻസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വിജിലൻസ് ഡയറക്ടറുടെ പ്രശ്നമാണ്. അത് കൂട്ടിലിട്ട തത്തയെ പോലെ അല്ലാത്തതുകൊണ്ട് അവർ തോന്നിയ പോലെ ചെയ്തത് കൊണ്ടാണ്. അതിൽ ആഭ്യന്തര മന്ത്രിയെ കുറ്റം പറയേണ്ട, വിജിലൻസിന്റെ തോന്നിയവാസമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ ആന്റണി രാജു, ഈ വിധിയെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. താങ്കളുടെ പാർട്ടിയുടെ തലപ്പത്തുള്ള പാർട്ടിയുടെ, ആ മുന്നണിയുടെ തലപ്പത്തുള്ള പാർട്ടിയുടെ വക്താവായ ശ്രീ അജയ് തറയിൽ മുമ്പും അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കണ്ടെത്തലിൽ അദ്ദേഹത്തിന് വിശ്വാസക്കുറവൊന്നുമില്ല. തെറ്റുകാരൻ വിജിലൻസ് ഡയറക്ടറുമാണ്. നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെയുള്ള ഗൂഢാലോചന ഈ കാര്യത്തിൽ വീണ്ടും കൊണ്ടുവരുന്നുണ്ടോ? ശ്രീ അജയ് തറയിലൊക്കെ ഗൂഢാലോചന നടത്തിയാണോ ഇതൊക്കെ പറയുന്നത്? കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ബ്രേക്ക് ചെയ്ത് കൊടുക്കണം, കാണേണ്ടവർ കാണട്ടെ. അതായത് ശ്രീ അജയ് തറയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വക്താവ് ആന്റണി രാജു. ഞാൻ ചോദിക്കണം, അങ്ങനെ KPCCക്കോ KPCC പ്രസിഡന്റോ മുഖ്യമന്ത്രിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ പോലും ഇന്ന് അവർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളിലൊന്നും അത്ര അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല, അത്ര അവിശ്വാസം പ്രകടിപ്പിച്ചില്ല. പിന്നെ DGP എന്തുകൊണ്ട് മാറി? വളരെ പ്രസക്തമാണ്. കാരണം എന്താ, ഇതേ DGPയുടെ കീഴിലുള്ള വിജിലൻസ് തന്നെ ഇത് അന്വേഷിക്കണമെന്നാണ് ഈ കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം മാറാൻ കാരണം, അദ്ദേഹം ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇനി തുടരന്വേഷണം സുതാര്യമായി നടക്കില്ല എന്നുള്ള സംശയം കോടതിക്ക് ജനങ്ങൾക്കോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ആ കസേരയിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ജനങ്ങൾ കൂടി കുറെ കൂടി വിശ്വാസം വരുന്നു. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കളങ്കപ്പെടും, അത് ജനങ്ങൾക്ക് അങ്ങനെ തോന്നും. അല്ല, അതാണ് ഡോക്ടർ ലാൽ ദുർവ്യാഖ്യാനം 4 പേജുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാവോ? ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഈ സെന്റൻസ് ആണ്. ഞാൻ തന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം അലിഗേഷൻസ് ഉണ്ടായ സ്ഥിതിക്ക് ഈ വിജിലൻസിന്റെ തലപ്പത്ത് ഞാൻ തന്നെ തുടർന്നിരുന്നാൽ തുടരന്വേഷണത്തിന്റെ സുതാര്യത നഷ്ടപ്പെടും. ആന്റണി രാജു, ഒരു വിജിലൻസ് ഡയറക്ടർക്ക് ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലൊരു കേസിൽ അതിന്റെ മുകളിലുള്ള മന്ത്രിക്ക്, അല്ലെങ്കിൽ ഈ കേസിൽ ആരോപണ വിധേയനായ മന്ത്രി അതേ സ്ഥാനത്ത് തുടരുമ്പോൾ, ഭരണം നടത്തുമ്പോൾ ഇതിൽ സ്വാധീനം നടത്താനുള്ള പ്രശ്നമുണ്ടാകുമെന്ന് ജനങ്ങൾ ചിന്തിക്കില്ലേ? മാന്യത കാണിച്ച വിൻസെന്റ് പോളിന്റെ മാതൃക കാണിക്കണ്ടേ മാണി സാർ? എൻ്റെ ലാലേ, ഇവിടെ മാണി സാറ് ഈ കേസ് അന്വേഷിക്കുന്ന ഏജൻസിയുടെ ഭരണാധികാരിയല്ല, വിജിലൻസിന്റെയും ആഭ്യന്തര ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രി മാത്രമായി കാര്യങ്ങൾ തീരുമാനിക്കില്ല. കൂട്ടുത്തരവാദിത്തം എന്ന വാക്ക് അങ്ങ് മനസ്സിലാക്കുന്നുണ്ടാകും. അവിടെ എന്ത് തീരുമാനമെടുക്കുന്നതും കെ മാണി സാർ കൂടി അറിഞ്ഞുകൊണ്ടാണ്. അതാണ് ഈ കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ തീരുമാനിച്ചത് എന്ന്. അതുപോലെ അന്വേഷണ തീരുമാനം വരുമ്പോഴും അദ്ദേഹവും കൂടി അറിഞ്ഞാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ പാം ഓയിൽ കേസിൽ തുടരന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാം ഓയിൽ കേസിൽ അതിൽ സാക്ഷിയാണ്, ഇത് പ്രതിയാണ്, ഒന്നാം പ്രതി. എന്റെ ലാല്, ഞാനൊന്ന് പറയുന്നത് ഇത്രയും വർഷമല്ല 363 ദിവസം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് വിധി വന്നു, നിങ്ങൾക്കെതിരാണ്, നിങ്ങൾക്ക് പ്രതിരോധത്തിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ട്, അതുകൊണ്ട് അത് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് ലാൽ കിടന്ന് ബഹളം വെക്കുന്ന പോലെ ഞാൻ ബഹളം വെക്കണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിക്കാതെ നിങ്ങൾ പരിഭ്രാന്തി കൊണ്ടിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് കേട്ടത് നിങ്ങൾ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. കാരണം ഈ കേസിനകത്ത് ഞാൻ പാം ഓയിൽ കേസിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരുടെ പേർക്കാണ്? മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പേർക്കാണ്. അതുകൊണ്ട് അദ്ദേഹം വിജിലൻസിന്റെ വകുപ്പൊഴിയുകയാണ് ചെയ്തത്, അല്ലാതെ രാജിവെക്കുകയല്ല ചെയ്തത് മുഖ്യമന്ത്രി സ്ഥാനം. ഇവിടെ ശ്രീ KM മാണി ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസിന്റെയോ മന്ത്രിയല്ലാത്ത സ്ഥിതിക്കും വിജിലൻസിനെ നേരിട്ട് നിയന്ത്രിക്കാത്ത ആളെന്നുള്ള നിലയ്ക്കും ഈ ഒരു തുടരന്വേഷണം ഉത്തരവിട്ടതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞത് രാഷ്ട്രീയപ്രേരിതമാണ്, ബാലിശമാണ്. ശ്രീ VS സുനിൽകുമാർ, താങ്കൾ ഇതിലെ ഹർജിക്കാരൻ കൂടിയാണല്ലോ. താങ്കൾക്ക് ഇന്ന് എന്ത് നീതിയാണ് ഈ കോടതിയിൽ നിന്ന് ലഭിച്ചത്? കോടതിയുടെ നീതി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം കോടതിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് നാണോ മാനമില്ലാത്ത ഗവൺമെൻറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് ശ്രീ ആന്റണി രാജു. ആന്റണി രാജു മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളീ പറയുന്നതൊക്കെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ, റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയെ പുച്ഛിച്ച് തള്ളി
ഭരണഘടനയും നിങ്ങൾക്ക് പ്രശ്നമല്ല, കോടതിയും പ്രശ്നമല്ല, വിധിയും പ്രശ്നമല്ല, ജനങ്ങളും പ്രശ്നമല്ല, അധികാരം മാത്രമാണ് പ്രശ്നം എന്ന് വിചാരിക്കുന്ന വൃത്തികെട്ട നിലയിലേക്ക് ഈ മുന്നണി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. KM മാണി ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു ബാർ കോഴക്കേസിൽ തുടരന്വേഷണം വേണമെന്ന കോടതി വിധി വ്യക്തിപരമായോ ഔദ്യോഗികമായോ എന്നെ ബാധിക്കുന്നില്ല. എങ്കിൽ പോലും മേൽ സൂചിപ്പിച്ച വിമർശനങ്ങളുടെയും ആരോപണയും പശ്ചാത്തലത്തിലാണ് ഞാൻ അതിനെ കാണുന്നത് എന്ന് പറയുന്ന വിജിലൻസ് മേധാവി അവസാനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം യാതൊരുവിധ സംശയങ്ങൾക്ക് ഇടനിൽക്കാത്ത വിധത്തിലായിരിക്കണമെന്നും അതിനാൽ തുടരന്വേഷണം നടക്കുന്ന വേളയിൽ വിജിലൻസിന് ചുമതല ഞാൻ തുടർന്നു വഹിക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മേലുണ്ടായിരിക്കുന്ന ആരോപണം എന്താ? അദ്ദേഹം ഈ കേസിൻ്റെ മെറിറ്റിൽ ഇടപെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഫാക്ചർ റിപ്പോർട്ടിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണ്. ആ കേസ് അട്ടിമറിച്ചതിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ വിജിലൻസ് ഡയറക്ടർ മാത്രമല്ല, വിജിലൻസ് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന KM മാണിയും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അടക്കമുള്ള ഒരു സംഘം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന കാര്യം ആർക്കാണ് അറിയാത്തത്? അപ്പോൾ അവസാനം ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ധാർമ്മികമായ അദ്ദേഹത്തിൻ്റെ വിഷമം മൂലം അദ്ദേഹം രാജിവെക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആൾ കൈക്കൂലി വാങ്ങി 25 ലക്ഷം രൂപ ചൊള എണ്ണി വാങ്ങി എന്ന കാര്യം കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടും അത് കോടതി പരാമർശത്തിലുണ്ടായിട്ടും നാണവും മാനമില്ലാതെ കോടതി അന്വേഷിക്കാനുള്ള അധികാരം ഇല്ലാത്തത് കൊണ്ട് ചെയ്തതാണ് എന്നാണ് ശ്രീ ആന്റണി രാജു പറയുന്നത്. ആന്റണി രാജു എന്ത് പറഞ്ഞാലും ശരി, ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലിന്റെ മേൽ നിങ്ങൾ ഇടപെട്ടു. ആരിടപെട്ടു? ഗവൺമെന്റ് ഇടപെട്ടു, വിജിലൻസിന്റെ ഡയറക്ടർ ഇടപെട്ടു, മന്ത്രി ഇടപെട്ടു, KM മാണി ഇടപെട്ടു. ഇത് വളരെ വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ പറയല്ലേ? ഇവിടെ ഈ സംസ്ഥാനത്ത് രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് കൈക്കൂലി വാങ്ങിയിട്ട് മുക്കാലി കെട്ടി അടിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ. പുറത്തിറങ്ങിയ ചുമ്മാ വന്നിരുന്നിട്ട് ഞാൻ വിധിക്കാത്ത ഞാൻ ചോദിക്കട്ടെ, പ്രതിയല്ല എന്ന് പറഞ്ഞ് നാണില്ലാതെ പ്രതിയാണ്. നിങ്ങളുടെ FIR KM മാണി പ്രതിയാണ്. പോലും ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി, പ്രേരണ ഉണ്ടായി, അത് തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ സുകേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ നോക്കിയ ആ പ്രേരക ശക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ ലാലെ, അദ്ദേഹത്തിന് ആത്മഹത്യാ പ്രേരണ ഉണ്ടായത് അദ്ദേഹം പറഞ്ഞായിട്ട് എവിടെയെങ്കിലും അദ്ദേഹം പറയാൻ നിങ്ങൾക്ക് തെളിയിക്കാവോ? അദ്ദേഹത്തോട് പറയിക്കാവോ? തെളിയിക്കാം. അദ്ദേഹം പറഞ്ഞതല്ലേ, ആ ശബ്ദരേഖ ഇല്ലേ? ആ ശബ്ദരേഖ നമ്മൾ കേട്ടതല്ലേ? അദ്ദേഹം ഓൺ ചെയ്തിട്ടില്ല. അദ്ദേഹം നിങ്ങൾ രാത്രി അന്ധകാരത്തിൽ ഇരുന്നുകൊണ്ട് കുറെ ആരുടെയെങ്കിലും ശബ്ദരേഖ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനാണെന്ന് പറയുക, എന്നിട്ട് ജനങ്ങളെ കളിപ്പിക്കുക. അതെന്തായാലും ആ കാര്യങ്ങൾ എന്തായാലും ചർച്ചയിൽ അങ്ങേക്ക് നിഷേധിക്കാം. അത് തെളിവായിട്ടുള്ളതാണ്, ആളുകൾ കേട്ടതാണ്. അത് നമുക്ക് വീണ്ടും വഴിയെ തന്നെ തെളിയിക്കാവുന്നതാണ്. അതെ, സുകേശൻ അത് ഓൺ ചെയ്തില്ല എന്നുള്ളതാണ്. ശരി അല്ല, അത് നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സുകേശൻ ഇല്ല എന്നുള്ളത് മാത്രമാണ് ശ്രീ ആന്റണി രാജുവിന്റെ. ശരി ശ്രീ അജയ് തറയിൽ ശ്രീ സുകേശൻ പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം, പെട്ടെന്ന് കേൾക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിങ്ങൾ പൊങ്ങത്ത് നോക്കിയാൽ ആത്മഹത്യയെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരാഴ്ചയും അത്ര ആത്മഹത്യയെ കുറിച്ച് ഉള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എത്ര പേര് കേരളത്തിൽ ആത്മഹത്യ ഉണ്ട് വരും. 6 മാസമായിട്ട് ഊണില്ല, ഉറക്കമില്ല, വീട്ടിൽ പോകാറില്ല, 10 മണി. ഇത് സുകേശൻ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ സുകേശൻ ഇതിനെതിരായി കോടതിയിലേക്ക് പോകേണ്ടതാണ്. ശ്രീ ആന്റണി രാജു അദ്ദേഹത്തിന്റെ വക്കീലായി ടിവിക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാൻ ശ്രീ ആന്റണി രാജുവിനെ പീപ്പിൾ TV തന്നെ വെല്ലുവിളിക്കുന്നതായി എന്തായാലും ശ്രീ ആന്റണി രാജു, ഞാൻ തിരിച്ചെത്താം. ശ്രീ അജയ് തറയിൽ ഇപ്പൊ ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾക്ക് 5 മിനിറ്റ് മുമ്പേ ബോധ്യപ്പെട്ടതാണ്. അങ്ങേക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ വളവള പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ ശ്രീ ആന്റണി രാജുവിന്റെ ഭാഷയെ നമുക്ക് വായിച്ചെടുക്കാം. അല്ല, ഞാൻ UDFന്റെ ഒരു നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് KM മാണി രാജിവെക്കേണ്ട ആവശ്യം തെളിവുകളില്ല. അതാണ് ഇന്ന് വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം.
പിന്നെ ശ്രീ കെ എം മാണി തന്നെ പറഞ്ഞു 101 പ്രാവശ്യം ഇത് ആവർത്തിച്ച് അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ അജയ് ഇത് തറയിൽ വിജിലൻസ് ഒട്ടും കോടതി താല്പര്യമില്ലാതെയാണ് ഈ വാചകങ്ങൾ തുടരന്വേഷണമാണ് UDF-ന്റെ എന്നാണ് വാചകങ്ങൾ അങ്ങ് അവിടെ ഇരുന്ന് പറയുന്നത് എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. ശ്രീ ആന്റണി രാജുവിന് തന്നെ ചിരി വരുന്നുണ്ട് അത് കേട്ടിട്ട്. ഞാൻ ചോദിക്കുന്നത് അതല്ല ശ്രീ അജയ് തറയിൽ, വിജിലൻസിനെതിരായി കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, അത് ശരിയല്ല, ഡയറക്ടറുടെ തെറ്റാണ്, അതുകൊണ്ട് അദ്ദേഹം ധാർമ്മികമായി രാജിവെച്ചു എന്ന് പറഞ്ഞല്ലോ. ഇത് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് ശ്രീ ആന്റണി രാജുവിന്? അത് പറഞ്ഞ അങ്ങേ എന്തിനു കുറ്റപ്പെടുത്തണം? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ലാലെ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. പൂർണ്ണമായി വിജിലൻസിന്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ട അവകാശം. ശ്രീ അജയ് തറയിൽ, അങ്ങനെയാണെങ്കിൽ ഈ കോടതി പറഞ്ഞിരിക്കുന്നല്ലോ ആരൊക്കെയോ ഇടപെട്ടു എന്ന്. ഡയറക്ടർ വരെ മാത്രമേ ഉള്ളൂ ഇടപെട്ടത്, അതിന് മുകളിലോട്ട് ഇല്ല എന്നാണോ അങ്ങേക്ക് മനസ്സിലായത്? എൻ്റെ അറിവിൽ ആരും ഇടപെട്ടില്ല. മുഖ്യമന്ത്രി ഇടപെട്ടില്ല, ആഭ്യന്തരമന്ത്രി ഇടപെട്ടില്ല, ഒരു മന്ത്രിമാരും ഇടപെട്ടില്ല. രമേശ് ചെന്നിത്തല KPCC യോഗത്തിൽ തന്നെ പറഞ്ഞത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്ന പ്രശ്നമേ ഇല്ല. അവർ കൂട്ടിലടച്ച തത്തയല്ല, പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് കൊടുത്തത്. അവരാണ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയത്, അവരാണ് അന്വേഷണം നടത്തിയത്, അവരാണ് ഇത് ചാർജ് ഷീറ്റ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതിയിൽ പോയിട്ടുള്ളത്. അത് വിജിലൻസിൻ്റെ പവർ ആണ് എന്ന കാര്യമാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ ബിജു രമേശ് കൂടി ചേർന്നിട്ടുണ്ട് നമ്മളോടൊപ്പം. ശ്രീ ബിജു രമേശ്, താങ്കൾ 363 ദിവസങ്ങൾക്ക് മുൻപ് ഈ പരിപാടിയിൽ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന രീതിയിലേക്കാണ് ശ്രീ ആന്റണി രാജുവിന് ഇഷ്ടപ്പെടാത്ത ഒരു ജഡ്ജ്മെന്റ് ഇന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ബിജു രമേശ്, താങ്കൾ ഇതിനകം കടന്നുപോയ വഴികൾ, ഇത്രയും ദിവസം താങ്കൾ നേരിട്ട ഭീഷണികൾ, താങ്കൾക്കുണ്ടായ പ്രശ്നങ്ങൾ, താങ്കൾക്ക് വന്ന ഓഫറുകൾ, ഇതെല്ലാം ഇപ്പം ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു? സത്യം പുറത്തു വരുമെന്ന് അന്നേ അറിയാമായിരുന്നു. ഞാനിത് പറഞ്ഞ ദിവസം അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലേക്ക് വിജിലൻസിൻ്റെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയത്. ക്വിക്ക് വെരിഫിക്കേഷനിൽ കൃത്യം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അത് നേരെ FIR ഇടാനുള്ള സാഹചര്യമുണ്ടായത്. അപ്പോൾ ആദ്യം ഒരു വിജിലൻസിൻ്റെ തന്നെ ഒരു ടീം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ ടീം ഇതിൽ അത് ക്വിക്ക് വെരിഫിക്കേഷനിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന വസ്തുത പുറത്തു വന്നതുകൊണ്ടാണ് അതിന് FIR ഇട്ട് കേസ് ശ്രീ സുകേഷ് എന്ന് പറയുന്ന ഒരു SP-യുടെയും 4 DYSP-മാർ അടങ്ങുന്ന ഒരു 12ഓളം സർക്കിൾ ഇൻസ്പെക്ടർ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമാണ് ഈ കേസ് വിജിലൻസിൻ്റെ ഈ കേസ് അന്വേഷിച്ചത്. ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ കേസ് അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ സുകേശന് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഒരാളിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മുകളിൽ നിന്ന് വിളി വരുന്നുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, ഉടനെ അവരെ ഒഴിവാക്കി വിടണം എന്ന് പറഞ്ഞ് വളരെ രീതിയിൽ അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങൾ പല തലങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ IPS ഡിഗ്രി കൊടുക്കാനിരിക്കുന്ന ആ ലിസ്റ്റിൽ നിന്നും IPS വേണ്ടേ എന്നുള്ള സമ്മർദ്ദം ചോദിച്ചു. പല രീതിയിലും അദ്ദേഹത്തെ മാനസികമായി തളർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആ സമയത്ത് തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വിൻസെന്റ് പോൾ സാറിന് റിട്ടയർ ആവാൻ പോകുന്ന നവംബറിൽ അദ്ദേഹത്തിന് പുതിയ ഓഫറുകൾ ആയിട്ട് മുന്നോട്ട് ഗവൺമെൻറ് വെക്കുന്നുണ്ട് എന്നറിഞ്ഞു. അതും ഞാൻ ചാനലുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞായിരുന്നു. വിൻസെന്റ് പോൾ സാറിന് പുതിയ ഓഫറുകൾ വെക്കുകയാണ്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ 6 വർഷത്തേക്ക് ഇരിക്കാവുന്ന മറ്റു ഓഫറുകൾ, വിവരാവകാശ കമ്മീഷൻ്റെ CB മാത്യു സാറിന് സീറ്റ് വേക്കൻറ്റ് വരുന്നു, അത് അദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷേ മാണി സാറിൻ്റെ കേസിൽ ഉള്ള തീരുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയെടുക്കണമെന്നുള്ളതിന് അദ്ദേഹം അത് വഴങ്ങി എന്നുള്ളതിൻ്റെ തോന്നലാണ് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നതിലേക്ക് വേണ്ടി ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പല പുറത്തു നിന്ന് തന്നെ നിയമോപദേശം തേടുകയും സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ കൊണ്ടുവരെ നിയമോപദേശം എഴുതി വാങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരു ഇതുവരെ ഇല്ലാത്ത, ചരിത്രത്തിന് വിജിലൻസിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായും കേസ് അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് എടുത്തത്. അതിലൊക്കെ ഇതുള്ളത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇത് നടത്തുന്നതിൻ്റെ പ്രതിയായിരിക്കുന്ന വ്യക്തി ആരാണ്,
അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രിയാണ്. നിയമവകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് സംസ്ഥാനത്തിൻ്റെ നിയമവകുപ്പുകളിലുള്ള മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥരും ഇരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഒരു പ്രതിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അഴിമതിയുടെ പുരണ്ട പ്രതിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ ഒരിക്കലും പാടില്ല. നേരത്തെ പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം ആ വകുപ്പിൽ നിന്ന് മാറി നിന്നുവെന്ന്. ഇത്രയും പ്രശ്നങ്ങളായിട്ട് പോലും മാണി സാർ എന്തുകൊണ്ടാണ് ആ വകുപ്പിൽ നിന്നെങ്കിലും കുറഞ്ഞൊരു ധാർമ്മികമായ ഒരു ഇത് കണക്കിലെടുത്തുകൊണ്ട് ആ നിയമവകുപ്പിൽ നിന്നെങ്കിലും അദ്ദേഹം മാറി നിൽക്കാനുള്ള ഇത് കാണിച്ചില്ല. നിയമകാര്യ മന്ത്രി അല്ല എന്നാണോ പറഞ്ഞത്? അല്ലല്ല, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ളതാണ്. ശ്രീ ബിജു രമേശ്, താങ്കൾക്ക് അറിയില്ലേ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആണ്. അദ്ദേഹവുമായി ശ്രീ കെ എം മാണി സാറിന് ഒരു ബന്ധവും ഇല്ല, നിങ്ങൾക്ക് അറിയില്ലേ? അത് ആദ്യം തന്നെ കെ എം മാണി സാറ് ഈ FIR കൊടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിട്ട് പുറത്തിറങ്ങിയ രമേശ് ചെന്നിത്തല എന്താണ് അദ്ദേഹം പറഞ്ഞത്? മാണി സാറ് സേഫാണ്. ഇതാണ് മീഡിയയോട് പറഞ്ഞിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മാണി സാറ് സേഫാണെന്ന്. അപ്പോൾ മാണി സാറ് സേഫാണെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അകത്ത് കൊടുത്തിട്ട് തിരിച്ചു വന്നത്. കാര്യം FIR കൊടുത്തപ്പോൾ തന്നെ മാണി സാർ രാജിക്ക് ഒരുങ്ങി. മാണി സാറും കേരള കോൺഗ്രസും രാജിവെക്കുകയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിസഭ താഴെ പോകും എന്നുള്ളത് കൊണ്ട് അത് പിടിച്ചു നിർത്തുന്നതിലേക്കുള്ള ദൗത്യവും ഏറ്റെടുത്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ കാണാൻ പോയതും മന്ത്രിസഭ നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയുള്ള മുന്നോടിയായിട്ടാണ് പോയത്. അരുവിക്കര ഇലക്ഷൻ ആ സമയത്ത് ഒരു ചാനലുകളിൽ പറയുന്നത് കേട്ടായിരുന്നു, എനിക്ക് മാണി സാറിൻ്റെ വിഷയത്തിൽ എനിക്ക് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നൊരു നമ്മൾ എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് കടുത്ത സമ്മർദ്ദം വന്നുവെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ബിജു രമേശ്, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ സമ്മർദ്ദത്തിന്റെയും ഓഫറുകളുടെയും കാര്യം താങ്കളിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് ഈ കോടതി വിധിയിൽ കണ്ട ഒരു കാര്യമുണ്ടല്ലോ, 25 ലക്ഷം രൂപ 10ഉം 15ഉം അതിലൊരു 10 ലക്ഷം രൂപ താങ്കളുടേതാണെന്നാണ് നമ്മുടെ ഇന്റർവ്യൂകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കി 15 ലക്ഷം രൂപയും ചേർത്ത് 25 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടതായി കോടതി കണ്ടെത്തി. ബാക്കി 75 ലക്ഷം രൂപയുടെ കാര്യമാണ് ഇനി അറിയേണ്ടത്. അതെങ്ങനെയൊക്കെയാണ്, അതിന് തെളിവ് എന്തുകൊണ്ട് ഈ കോടതിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല? ആ കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ലേ താങ്കളുടെ മനസ്സിലാക്കലിൽ? ബാക്കി തുകകൾ കൊണ്ടുപോയി കൊടുത്ത ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയി കൊടുത്ത വ്യക്തികളെ ചോദ്യം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ അവരുടെ നിന്ന് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പൂർണ്ണമായി അവരെ ചോദ്യം ചെയ്യുകയോ അതിൻ്റെ തെളിവെടുപ്പുകൾ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പ്രതി കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ തന്നെ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞാൽ ആ ആളുടെ വീട് സെർച്ച് ചെയ്യുക ഒരു സാധാരണ ഒരു കീഴ്വഴക്കമാണ്. അത് നടന്നിട്ടില്ല. പ്രതിയുടെ ഇതുവരെയുള്ള സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും എടുത്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ പല രീതിയിലും ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുള്ളതായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള രേഖകളോ ബാക്കിയുള്ള കാര്യങ്ങളോ എടുത്തിട്ടില്ല. പ്രതി ഈ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഏത് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അത് സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ള അന്വേഷണ തലത്തിൽ ഈ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ആയതുകൊണ്ടും അത് മുതിർന്ന മന്ത്രിയും ഫൈനാൻസും നിയമവകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആയതുകൊണ്ട് എങ്ങനെയാണ് ഒരു SP ചെന്ന് ഈ വിവരങ്ങളൊക്കെ ശ്രീ ആന്റണി രാജു നേരത്തെ ചോദിച്ചത് അതാണ്, എങ്ങനെ ഈ കേസിൽ കെ എം മാണി ഇടപെട്ടു എന്നാണ്. കെ എം മാണി സാർ ഇടപെടുന്നു എന്ന് പറയുന്നത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ അന്വേഷിക്കാനായി പോകുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അദ്ദേഹം മന്ത്രിയാണ് എന്ന തോന്നൽ, ബോധ്യം, അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അവിടെ ഉണ്ടാകുന്നു. അതാണ് ഇപ്പോൾ ശ്രീ ബിജു രമേശ് പറഞ്ഞത്. ആ പ്രശ്നങ്ങളുണ്ടായി, റെയ്ഡ് നടന്നിട്ടില്ല. സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു മോഷണ കേസിലാണെങ്കിൽ പോലും എല്ലാം അവിടെ ഒന്ന് അരിച്ച് പറക്കില്ലേ? അങ്ങനെ എന്ത് നടന്നു ശ്രീ ആന്റണി രാജു? അത് നടക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ 337 സാക്ഷികളെ ചോദ്യം ചെയ്തതിൽ അതിലേതാണ്ട് 300 പേരും ബാറുടമകളാണ്. ഈ ബാറുടമകൾ ബിജു രമേശ് ഉൾപ്പെടെ ഒരാൾ പോലും ഞാൻ കെ എം മാണിക്ക് പണം കൊണ്ടു കൊടുത്തു എന്ന് ഒരാൾ പോലും പറയാതെ ഏത് പണമാണ് റെയ്ഡ് ചെയ്തെടുക്കാൻ പോലീസ് പോകേണ്ടത്? ഈ 330 ബാറുടമകളും കേരള കോൺഗ്രസ്സുകാരല്ലേ? ഈ 10-15-25 ലക്ഷം രൂപ എന്താണ്? ഞാൻ പറയാം, ആ 10-15-25 രൂപ എവിടെ പോയെന്നുള്ളത് കോടതി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? അതായത് ഈ 15 ലക്ഷം രൂപ 22/3/2014 പാലായിലെ വീട്ടിൽ കൊടുത്തു എന്ന് പറയുന്ന ഈ 15 ലക്ഷം രൂപ 1/4/14 കേരള ഈ ബാർ അസോസിയേഷൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് ഈ സുകേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ബിജു രമേശ് കൊടുത്തു വാമൊഴിയല്ല, പിന്നെ വേറെന്തോ അല്ല. ഈ പറഞ്ഞ ടവർ ലൊക്കേഷനും അവിടെ കൊണ്ടുപോയി കൊടുത്തത് തിരിച്ചു വാങ്ങിയാണോ കൊണ്ടുപോയിട്ടത്? അതല്ലാതെ എങ്ങനെയാണ് വരവ് വെച്ചത്? ഇതൊക്കെ അവിടെ റെയ്ഡ് ചെയ്തോ? ഞാൻ ചോദിക്കട്ടെ,
ചോദിക്കട്ടെ, റെയ്ഡ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ പണം കൊണ്ടുപോയി കെ എം മാണി കൊടുത്തു എന്ന് പറയാൻ BJP-ക്കാരായ ബാറുടമകളുണ്ടല്ലോ, CPI-ക്കാരായ ബാറുടമകളുണ്ടല്ലോ, CPM-ക്കാരായ ഇതിനകത്ത് CPI ബാറുടമ അങ്ങനെയൊന്നും പറയല്ലേ? അല്ലല്ലേ, ബാറുടമകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാനത് പറഞ്ഞോട്ടെ, എന്നെ പൂർത്തിയാക്കിയിട്ട്. ബാറുടമകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടാവുന്നല്ലോ. ഈ ബിജു രമേശ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു ബാറുടമയെങ്കിലും ഞാൻ കൊണ്ടുപോയി കെ എം മാണിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു മൊഴി കാണിച്ചു തരാമോ? ബിജു രമേശിന് 10 ലക്ഷം രൂപ പോയി. അത് എവിടെ പോയി എന്നാണ് അദ്ദേഹം ഇപ്പൊ അന്വേഷിച്ചോണ്ട് നോക്കിയത്. എന്തായാലും കെ എം മാണിക്ക് അദ്ദേഹം കൊടുത്തതായി കേസില്ലല്ലോ. ലാലേ, ഒന്നാമത്തെ കാര്യം, കൈക്കൂലി വാങ്ങുന്ന പോലെ തന്നെ തെറ്റാണ് കൈക്കൂലി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബാർ ഉടമസ്ഥൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ ആ ബാർ ഉടമസ്ഥൻ ഒരു കേസിൽ പ്രതിയാവുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ 2 ബാർ ഉടമസ്ഥന്മാർ രാവിലെ 7 മണിക്ക് കെ എം മാണിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് 15 ലക്ഷം രൂപ കൈമാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആ കൈമാറിയ പൈസ അവിടെ വെച്ച് ട്രഷറിക്ക് ഏൽപ്പിച്ചു തന്നു. കെ എം മാണിയുടെ വീട് ബാങ്ക് ഓഫീസാണോ? 7 മണിക്ക് വന്ന് കൈമാറാൻ വേണ്ടി അവിടെ കൈമാറിയ ഫണ്ട് പിന്നെ ട്രഷറിയുടെ അക്കൗണ്ടിലേക്ക് വന്നില്ല എന്നാണ് വിധിന്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഇല്ലെന്ന് ആന്റണി രാജു തെറ്റിദ്ധരിപ്പിക്കില്ല. നിങ്ങളത് എടുക്കൂ. നിങ്ങൾ ലാസ്റ്റ് പേജിന് മുമ്പുള്ള 4ാമത്തെ പേജ് എടുക്കൂ. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുറെ ന്യായങ്ങളൊക്കെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആന്റണി രാജു, ഈ കോടതി വിധി എന്താ? നിങ്ങൾ കൊടുത്ത ഫൈനൽ റിപ്പോർട്ട് എന്തായിരുന്നു? കെ എം മാണി കുറ്റവാളിയല്ല. ഈ കോടതി പറഞ്ഞത് എന്താ? കെ എം മാണി കുറ്റവാളിയല്ല എന്ന് നിങ്ങളുടെ റിപ്പോർട്ട് അംഗീകരിക്കുകയാണോ? അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, കെ എം മാണി കുറ്റവാളിയാണെന്നും 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ടെന്നും അതൊന്നും കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാതെ മേലുദ്യോഗസ്ഥനും ഇടപെട്ടുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും അതിൻ്റെ പേരിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരുന്ന, നിങ്ങൾ ഇതുവരെ ചോദിച്ചത് എന്താ? തെളിവ് എവിടെ? തെളിവ് കോടതി തന്നില്ലേ? ഇനി തുടരന്വേഷണ വാസ്തവത്തിൽ മാണിയെ പറ്റിയല്ല, മാണി പ്രതിയാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. FIR റദ്ദാക്കിയിട്ടില്ല. FIR മാണി പ്രതിയാണ്. FIR പ്രതിയാണെങ്കിൽ നിങ്ങൾ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്താ മാണി അറസ്റ്റ് ചെയ്യാത്ത? നിയമമുണ്ട്. നിങ്ങൾ കെ എം മാണിയെ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതി ഒരു കൈക്കൂലി കേസിലെ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി പോവോ? എന്താ ഇങ്ങനെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി പോയതെന്താ? ഒരു കേസിൽ FIR ആഭ്യന്തരമന്ത്രി എന്തിനു പോയി? കെ എം മാണി 55 കൊല്ലം ഇവിടെ മന്ത്രിയായിരുന്നു എന്ന് കരുതി നിയമത്തിന്റെ മുമ്പിൽ കെ എം മാണിക്ക് ഒരു പ്രത്യേകതയില്ല. പേര് നമ്പർ 59 പറയുന്നതിനാണ് താങ്കൾ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നതായി നേരത്തെ സുനിൽകുമാർ പറഞ്ഞത്. അതായത് 15 ലക്ഷം രൂപ ജോൺ കല്ലാട്ട് കൊണ്ടുപോയത് അവിടെ പാലായിലെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ അത് തിരിച്ച് ട്രഷററുടെ കയ്യിലേക്ക് വന്നേനെ എന്നാണ്. അത് കണ്ടുപിടിച്ചിട്ടില്ല, അത് കണ്ടെത്തണം. അതിന്റെ ഉത്തരം പേജ് നമ്പർ 51 ഫൈനൽ 59 കാര്യമാണ്. 51 ഫൈനൽ റിപ്പോർട്ട് പറയുന്നത് രാജു, മൈക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ 1 മിനിറ്റ് അത് ശരിയാക്കിയിട്ട് അങ്ങേക്ക് ഉത്തരം പറയാൻ തരാം. ഇല്ല, അത് തെറ്റിദ്ധരിക്കരുത്. ശ്രീ ബിജു രമേശ്, ആ 10 ലക്ഷം രൂപ, താങ്കളുടെ 10 ലക്ഷം രൂപ എവിടെ പോയി? ഈ 25 ലക്ഷം രൂപയിൽ തിരിച്ചെവിടെയെങ്കിലും വന്നോ പൈസ? ബാക്കി 1 കോടി രൂപയുടെ കാര്യങ്ങൾ എവിടെയാണ്? ആളുകൾക്ക് ഇപ്പോഴെങ്കിലും അത് ബോധ്യപ്പെടണം. ഇതൊന്ന് ആകെ 25 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളോ, അതോ 1 കോടിയും പോയോ? ഇത് ആന്റണി രാജു പറയുന്ന വെറുതെ വന്നിരുന്ന യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്ന രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട്. ആന്റണി രാജുവിനെ പോലുള്ള ഇത്രയും ഒരു സമൂഹത്തിൽ ഒരു മാന്യതയുള്ളൊരു വ്യക്തി വന്നിരുന്ന് ഇത്രയൊക്കെ മോശമായ കള്ളം പറയുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നോ ചോദിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ പിന്തുണയ്ക്കുന്ന വ്യക്തി തന്നെയാണ് സാജു ഡൊമിനിക് എന്ന് പറയുന്ന പാലയിലുള്ള വ്യക്തി. അതുപോലെ അംബാസിഡർ ഹോട്ടലിൻ്റെ ഓണറായ ശ്രീ തങ്കച്ചൻ, ഇവർ 2 പേരും കൂടിയാണ് മാണിസാറിൻ്റെ വീട്ടിൽ രാവിലെ ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികളായ ജോൺ കല്ലാട്ട്, ഉണ്ണി, രാജ്കുമാർ ഉണ്ണി, കൃഷ്ണദാസ്, MD ധനേഷ്, ഇത്രയും പേര് മാണിസാറിൻ്റെ എടശ്ശേരി ജോസേട്ടൻ, ഇത്രയും പേര് മാണിസാറിൻ്റെ വീട്ടിനകത്തിരിക്കുമ്പോൾ അകത്ത് കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി കൊടുത്തത് ഇവർ 2 പേരുമാണ്. ഇവരെ വിളിച്ചു വരുത്തി പൈസ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് മാണിസാറിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി ജോൺ കല്ലാട്ടിൻ്റെ പൈസ കൊടുത്തത്. അവസാനം ഈ പറയപ്പെടുന്ന 2 പേരെയും കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയായിരിക്കുന്ന ശ്രീ ജോസഫ്, അദ്ദേഹത്തിൻ്റെ PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ഈ മൊഴി മാറ്റി പറയണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് പോലും അവർ മാറ്റി പറഞ്ഞിട്ടില്ല. അതിൻ്റെയും ശബ്ദരേഖ വിജിലൻസിന് കൊടുത്തിട്ടുള്ളതിനകത്തുണ്ട്.
PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ വസതി തൊടുപുഴയുള്ള വസതിയിൽ വിളിച്ചു വരുത്തുകയും അവർ കേരള കോൺഗ്രസും ഇവരൊക്കെ ആയിട്ട് അടുപ്പമുള്ളവരുമാണ്. അവരോട് ഈ ക്വിക്ക് വെരിഫിക്കേഷനിൽ പറഞ്ഞ മൊഴി മാറ്റി പറയണം എന്ന് വരെ ആവശ്യപ്പെട്ടു. അവർ അതും മാറ്റി പറയില്ല എന്ന് അവർ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാറ്റി പറഞ്ഞിട്ടില്ല. ഈ പറയപ്പെടുന്ന കണക്ക് പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, ഈ അസോസിയേഷൻ്റെ മൊത്തം എഴുതിയ കണക്ക് പുസ്തകമാണ് എടുത്തിട്ടുള്ളത്. ഇവരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പുതിയ പുസ്തകം, അതിൻ്റെ ഫോറൻസിക്കിൽ വെച്ച പുസ്തകത്തിൻ്റെ പഴക്കമൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ കണക്ക് പുസ്തകം രണ്ടാമതായി എഴുതി ഉണ്ടാക്കിയ കണക്ക് പുസ്തകമാണ്. അതേപോലെ ആന്റണി രാജു ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു 300ഓളം ബാറുടമകളെ വിളിച്ച് ചോദിച്ചില്ലേന്ന്. 300ഓളം ബാറുടമകളെ വിളിച്ച് നിങ്ങൾ അസോസിയേഷനിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. 300 പേരും 1-2 ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ സമയത്ത് ഈ മാണി സാറിന്റെ പൈസ കൊടുത്ത സമയത്ത് തന്നെ ഈ 1 ലക്ഷം രൂപയും 1.5 ലക്ഷം 2 ലക്ഷം ഉണ്ടായിരുന്നതാണല്ലോ. താങ്കൾ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ ഒരു ഉത്തരം കിട്ടേണ്ട സമയമായിരിക്കുന്നു. അന്ന് അങ്ങ് പറഞ്ഞത് KM മാണി സാറിന്റെ കാര്യം മാത്രം എന്തിനു നിങ്ങൾ പറയുന്നു, ബാക്കിയുള്ളവരുടെ കാര്യം എന്താ നിങ്ങൾ പറയാത്തതെന്നാണ് ചോദിച്ചത്. അവിടെ ഗൂഢാലോചനയുണ്ട്, അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കാൻ നിങ്ങൾക്ക് അല്ല, ശ്രീ ആന്റണി രാജു അന്നത്തെ ചർച്ചയല്ല, അത് കഴിഞ്ഞുള്ള ചർച്ചകളിൽ അങ്ങ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കേരള കോൺഗ്രസ് പിന്നെ എന്തിനാണ് ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചത്? ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിച്ച് മനസ്സിലാക്കാൻ. ആ ഗൂഢാലോചനയിൽ മറ്റു മന്ത്രിമാരുടെ പേര് പറയാത്ത എന്താന്ന് എത്ര ചർച്ചകളിൽ അങ്ങ് ചോദിച്ചു, വേണമെങ്കിൽ കാണിക്കാം. കാണിച്ചോ? ഞാൻ പറഞ്ഞിട്ടില്ല എന്താണെന്നറിയോ, അന്ന് ബാബുവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ബാബുവിന്റെ കാര്യത്തിൽ നിലപാടാണ് ശരി, അതാണ് നീതി, അതാണ് നിയമം. ആ നിയമവും നീതിയും ശരിയും KM മാണിക്ക് ന്യായവും കിട്ടണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ബാബുവിനെതിരെ എന്താ അന്വേഷിക്കാൻ ഞാൻ ചോദിച്ചിട്ടില്ല. ഈ ഗൂഢാലോചന കമ്മിറ്റി എന്താണ് കണ്ടെത്തിയത്? ഗൂഢാലോചന കമ്മിറ്റി അന്വേഷിച്ചു. ഇതിന്റെ അന്വേഷണം പൂർത്തിയാകട്ടെ, അതിന് ശേഷം ഞങ്ങളുടെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും. അത് ഭയങ്കര അന്വേഷണം. വേറൊന്നും പറയാനുണ്ട്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ പണം എവിടെ പോയി. നിങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട്, ഈ പണം ഈ 15 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും എവിടെ പോയി എന്ന് 51-ലും 53-ലും പറയുന്നുണ്ട്. അത് KBHAയുടെ അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് ഈ പണം. ഈ പണം അക്കൗണ്ടിൽ KM മാണിക്ക് പോയെങ്കിൽ ഈ പണം എങ്ങനെയാണ് KBHAയുടെ അക്കൗണ്ടിലോട്ട് വരുന്നത്? അപ്പോൾ എങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനത് കണ്ടെത്തിയത്? KBHAയുടെ അക്കൗണ്ട് ഈ ബിജു രമേശ് കൊടുത്തു എന്ന് പറഞ്ഞ 10 ലക്ഷം രൂപ ഞാൻ പറഞ്ഞത് ബിജു രമേശ് മറുപടി അക്കൗണ്ട് ചെയ്യോ? അല്ല, ഒരു കാര്യം ബിജു രമേശ് അല്ല, ഇത് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം മന്ത്രിയുടെ വീട്ടിൽ പൈസ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവന്നിട്ട് ബാർ ഹോട്ടൽ അസോസിയേഷനിൽ കൊണ്ടുവന്ന് എൻ്റർ ചെയ്യുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം പിന്നെയും കുറച്ച് പൈസ ലക്ഷങ്ങളുമായിട്ട് മന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവന്ന് അസോസിയേഷനിൽ കൊണ്ടുവന്ന് എൻ്റർ ചെയ്യുകയും ചെയ്യും. ഇത് അത് കേൾക്കുന്നതിൽ തന്നെ ഒരു വിരോധാഭാസമില്ലേ? മുഖ്യമന്ത്രി വസതിയിൽ വെച്ച് അസോസിയേഷൻ പോയി കണ്ട അടിസ്ഥാനത്തിലാണ് FIR പറയുന്ന കാര്യമാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? Some of the members of the association have stated that they had given their contribution to the state committee members with the knowledge that the amount so contributed was intended for handovering to the accused. Accused ന് കൊടുക്കാനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്. കൊടുത്തല്ലോ. 25 ലക്ഷം രൂപ കല്ലാട്ട് പറയുന്നുണ്ടോ? രാജു ഞാൻ ചോദിക്കട്ടെ ഈ നേരത്തെ ശ്രീ ബിജു രമേശ് ഒക്കെ പറഞ്ഞതുപോലെ ഇവർ അന്നത്തെ ദിവസം രാവിലെ KM മാണി സാറിന്റെ വീട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു? അത് അവരോട് ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, KM മാണിയുടെ വീട്ടിൽ ആരെങ്കിലും ഒരു നിവേദനമായിട്ട് അല്ലെങ്കിൽ കാണാൻ പോയാൽ ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ മന്ത്രിമാരെ കാണാൻ പോകുന്നതെല്ലാം പണം കൊടുക്കാനാണ്? ഇത്രയും വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ ഈ രീതിയിൽ ചിത്രീകരിച്ച് ഇങ്ങനെ എത്തിച്ചു ചേർന്ന ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വളരെ പ്രത്യേകിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ 300 ബാറുടമകളിൽ ഒരാളെങ്കിലും പറയണ്ടേ? ഞാൻ പറയണ്ടേ? അവർ കൈക്കൂലി കൊടുത്താൽ അതും കേസാണ്. കൈക്കൂലി വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ബിജു പറഞ്ഞല്ലോ. ഈ ബിജു പറഞ്ഞ വേറൊരു മന്ത്രിക്ക് കൊടുത്താലും ബിജു പറഞ്ഞല്ലോ. ബിജു രമേശ് പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും പറയാനല്ലേ അവരെ കൊടുത്തെങ്കിൽ പറയുമായിരുന്നു. ബിജു രമേശ് പറയുന്നതോ KM മാണി കൊടുത്തിട്ട് ബിജു രമേശ് പറയുന്നില്ല. അപ്പൊ അത് ആർക്കാ കൊടുത്തത്? അത് ബിജു രമേശിന് അറിയാം. KM മാണി കൊടുത്തിട്ട് ബിജു രമേശ് പറയുന്നില്ല. സാങ്കേതികമല്ല. ബിജു രമേശ് KM മാണിക്ക് പണം കൊടുത്തതായി നേരിട്ട് പണം കൊടുത്ത ഈ ബിജു രമേശ് ഇപ്പൊ വെളിപ്പെടുത്തട്ടെ. നേരിട്ട് പണം കൊടുത്താലല്ലോ, അതിന്റെ വഴികളാണല്ലോ കണ്ടെത്തിയത്. ഞാൻ ചോദിക്കട്ടെ, അമ്പിളിയുടെ നുണപരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? കൊടുത്തായിട്ട് പറയുന്നില്ലല്ലോ. അമ്പിളി പറഞ്ഞ കാര്യം എന്താ? കാശ് കൈമാറി ഇതിനകത്ത് പറയുന്നു
The relevant witness deposed that he had witnessed the handing over of the money to the accused at the residence of the accused on 2/4/2014 മണി കൈമാറുന്നതായി പണം കൈമാറുന്നതായി കണ്ടതായി ഒരു relevant witness വെളിപ്പെടുത്തിയിരിക്കുന്നു. അമ്പിളിയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ അമ്പിളിയുടെ പോളിഗ്രാഫ് ടെസ്റ്റ് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് അതിന്റെ പറഞ്ഞല്ലോ. അത് നേരത്തെ പറഞ്ഞില്ല. ഒരു ഉത്തരം മുട്ടുമ്പോ അത് വിശ്വസിക്കാൻ പറ്റില്ല. ആരും പറയണ്ടേ? അതെങ്ങനെ ആദ്യം പറയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 3-4 പേര് വന്നിരുന്ന് എതിരായിട്ട് വാദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ സമയം തരാതിരിക്കുന്നത് നിങ്ങളുടെ ഈ വാർത്താ പ്രക്ഷേപണത്തിന് ചേർന്നതല്ല. അഡ്വക്കേറ്റ് ബിജു രമേശ്, സുനിൽ കുമാർ 4 പേരിരുന്ന് ഒരു വാദം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാൻ മറുപടി കേൾക്കാനുള്ള ഒരു സൗമനസ്യം പോലും അങ്ങേക്കില്ലാത്തത് എന്താ? ഞാൻ ഇപ്പോഴും സമയം തരുന്നില്ലല്ലോ. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ള ഭീതിയാണ് അങ്ങേക്ക്. അതുകൊണ്ടാണ് അങ്ങേക്ക് ചോദിക്കുമ്പോൾ അല്ല അതാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുന്നത് ജനങ്ങൾ കേട്ടാൽ അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നുള്ളതുകൊണ്ട് സത്യത്തിലേക്ക് വരുമ്പോൾ അങ്ങ് ഉടനെ ഇടപെടും. ശ്രീ ആന്റണി രാജുവിന്റെ മറുപടി കേൾക്കുകയാണ്. അത് കേട്ടതിന് ശേഷം നമുക്ക് ചോദിക്കൂ. ചോദ്യം ഞാൻ മറുപടി. അപ്പൊ ജനങ്ങൾക്ക് ഇത്രയും കാര്യം ചോദ്യം പോലും കേൾക്കാതെയാണ് ശ്രീ ആന്റണി രാജു. ഞാൻ ഏത് ചോദ്യത്തിനാണ് അങ്ങേക്ക് മറുപടി പറയാൻ സമയം തരാം? ഒരു ചോദ്യത്തിന് ഓരോ ചോദിക്കാൻ പറയാം. ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ശ്രീ ബിജു രമേശ് 25 ലക്ഷം രൂപ അല്ലെങ്കിൽ പലയിടത്തുനിന്ന് എടുത്ത ഇത്രയും ലക്ഷം രൂപ മാണി സാറിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം രാവിലെ കൊണ്ടുപോയി. അവർ മാണി സാറിനെ പറ്റിക്കാൻ കൊണ്ടുപോയതായിരിക്കാം. ഇദ്ദേഹത്തെ ഇങ്ങനെ കുടുക്കി പുറത്താക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. വേറെ ഗൂഢാലോചനയൊക്കെ ഉണ്ടാകാം. അത് തെളിയിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? അത് ബിജു രമേശ് കൊടുത്ത 10 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേജ് നമ്പർ 53 പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, കണ്ടോ സമയം കൊടുക്കണം. ഞാൻ the amount of 10 lakhs ഞാൻ പറഞ്ഞിട്ടെ contributed by Biju Ramesh on 1/4/2004 is seen accounted in the cash book of KBHA on 4/4/2013 എക്സിബിറ്റ് D 19 രൂപയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം അവിടെ കിടക്കില്ല. അത് ബിജു രമേശ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. അത് എത്ര ലക്ഷം രൂപ? 10 ലക്ഷം രൂപ. ബാക്കിയുള്ള 90 ലക്ഷം രൂപയോ? അല്ലെ 10 ലക്ഷമല്ലേ കൊടുത്തോളൂ. ബാക്കി 90 ലക്ഷം രൂപ ഉണ്ടല്ലോ. 90 ലക്ഷം KM മാണി കൊടുത്തിട്ട് ആരും പറയുന്നില്ലല്ലോ. ബാക്കി ആർക്ക് കൊടുത്തു? കൊടുത്തവർ പറയട്ടെ. അല്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കാത്ത ഞങ്ങൾ എന്തിനാ കണ്ടുപിടിക്കണം? ഞാൻ എന്തായി പറയുന്നത്? KM മാണി കൊടുക്കാത്ത ഞാൻ പറയട്ടെ KM മാണിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും പണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് തുടരന്വേഷണത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന് 22 മണിക്കൂറിന്റെ CD ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആ 22 മണിക്കൂറിന്റെ CD പുറത്തുവിട്ടാൽ KM മാണി നിരപരാധി. പക്ഷേ എന്താണ് വരാൻ പോകുന്നത് നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞോ സ്ക്രിപ്റ്റ്? അല്ല, ഞങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആണ്. തുടരന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ പോലും KM മാണിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുക്കാനുള്ള ഒരു നിയമവ്യവസ്ഥ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ ഇല്ലാത്തത് വിജിലൻസിന്റെ കോടതിയുടെ റിപ്പോർട്ട് വരുമ്പോ, അന്ന് കോടതിയുടെ തീരുമാനം വരുമ്പോ KM മാണി സാർ എല്ലാം തെളിയിച്ച് പുറത്തേക്ക് വരും എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യങ്ങളുടെ വിധി നെഗറ്റീവ് ആയപ്പോ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നെഗറ്റീവ് ആയിട്ടില്ല. അതാണ് ഞാൻ നെഗറ്റീവ് ആയിട്ടില്ല. ഇപ്പോൾ തുടരന്വേഷണം നെഗറ്റീവ് ആവണമെങ്കിൽ എന്താ 2-3 കാര്യങ്ങൾ പറയണം. ഒന്നിൽ കോടതി പറയണം, പുനരന്വേഷണം പറയണം. ഈ ഏജൻസി കള്ളമാണ്, വേറെ ഏജൻസി അന്വേഷണം അവർ പറഞ്ഞിട്ടില്ല. KM മാണി ഈ അന്വേഷണത്തിൽ ഇടപെട്ടു ഒരു സെന്റൻസ് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറയാൻ സമ്മതിക്കില്ല. ഇത് KM മാണി കുറ്റം ചെയ്തിരിക്കുന്നുണ്ട്, കുറ്റപത്രത്തിൽ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറയാത്തടത്തോളം കാലം VS അച്യുതാനന്ദൻ സുനിൽകുമാരും പറഞ്ഞു കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട്. കുറേ അന്വേഷിച്ച് പോയി ഒരു ഖനിയും കണ്ടെത്തിയില്ല. അതിൻ്റെ അടിയിൽ കിടപ്പുണ്ടെന്ന് ഇപ്പോൾ പറയുക. അതും കൂടെ അന്വേഷിക്കട്ടെ. അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ KM മാണി ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീക്കും. ഒരു അതാണ് വേണ്ടത്. ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ ഏത് റിപ്പോർട്ടാ? ഫൈനൽ റിപ്പോർട്ടാണ്. ആ ഫൈനൽ റിപ്പോർട്ടാണ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ആ ഫൈനൽ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇവരെ ആ ഫൈനൽ റിപ്പോർട്ട് നിങ്ങളുടെ വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതി തള്ളി. ആന്റണി രാജു നിങ്ങൾ ഇടപെടുന്നത് എന്തിനാ? ഫാക്ച്വൽ റിപ്പോർട്ടിന്റെയും ഫൈനൽ റിപ്പോർട്ടിന്റെയും ഇടയ്ക്കുള്ള അന്വേഷണം നടക്കാത്തതാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ആ അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? നടക്കട്ടെ. അതെ, അല്ലല്ല ശ്രീ ആന്റണി രാജു, സുകേഷിനെ ചെയ്യേണ്ടിരുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ
ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് അങ്ങ് പറയുന്നു. എന്തുകൊണ്ട് ഇപ്പം നടന്നില്ല എന്നതാണ് കോടതി ചോദിക്കുന്നത്. മറുപടി പറയേണ്ട ആരാ? ഈ അന്വേഷണം നടത്തിയ സുകേശൻ എന്ന് പറഞ്ഞ SP മറുപടി പറയേണ്ടത്. സുകേശൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണ് കോടതി പറയുന്നത്. അന്വേഷണം നടത്തിയിട്ടില്ല. അത് സുകേശൻ അന്വേഷണം നടത്തി കൊടുത്ത റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ പറഞ്ഞതാണ് കോടതി തള്ളിയത്. ഞാൻ പറയാം, സുകേശൻ ആദ്യം കൊടുത്ത ഫാക്ച്വൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഡയറക്ടർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം ഇന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഏരിയയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടന്നിട്ടില്ല, അതുകൊണ്ട് ഇത് നിയമപരമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് കൂടി അന്വേഷിച്ചു വേണം ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അത് അന്വേഷിക്കാതെ അല്ലല്ല, അതിനകത്താണ് സമ്മർദ്ദം എന്ന് പറയുന്നത്. ആ സമ്മർദ്ദത്തെ കുറിച്ചാണ് ഇതിനകത്ത് കോടതി ഈ കോടതിയുടെ വിധി പകർപ്പിൽ ചില കാര്യങ്ങൾ, ചില പേജുകൾ അങ്ങ് ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. ചില കാര്യങ്ങൾ അങ്ങേക്ക് സമ്മതമാണല്ലോ. ഈ പറഞ്ഞ 10 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തതൊക്കെ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളിൽ പെട്ട ഒന്നാണിത്. ഈ പറഞ്ഞ ഡയറക്ടർ സമ്മർദ്ദം ചെലുത്തി ഡയറക്ടർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ rather compelled the investigating officer to file a final report before court in tune with the scrutiny report of the director. അതിനെക്കുറിച്ച് ഡയറക്ടറിന് 4 പേജുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ, സത്യം മുഴുവൻ പുറത്തു വരുമ്പോൾ എന്റെ നിലപാട് ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും കോടതിക്ക് ബോധ്യപ്പെടുന്നു. ഇത് പറയാത്ത എന്തിനാണെന്നറിയോ അദ്ദേഹം പറഞ്ഞത്? ഞാൻ DGP ആയിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഇത്തരം ആക്ഷേപം വന്ന സാഹചര്യത്തിൽ ഞാൻ ഇനി അന്വേഷണം തലപ്പത്തിരുന്നാൽ അന്വേഷണം സുതാര്യമല്ല എന്നുള്ള വീണ്ടും ഇന്നലെ ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞത്. അതിനി ഭാവിയിൽ തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന്. അല്ല, ഇവരെല്ലാം ഉറച്ചു നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ റൂൾ ഓഫ് ലോ തകർത്തു കഴിഞ്ഞു. ഏതായാലും 4 പേര് തികയാത്തോണ്ടാണല്ലോ 5ാമത് ആളെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് എത്രയോ കോൺഗ്രസിന്റെ വക്താക്കളാണ് കിട്ടാത്തതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു ധാർമ്മികമായി ഇത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടാണ്. രമേശ് ചെന്നിത്തല ഇതിനകത്ത് പ്രതിയല്ല, താഴോട്ടുള്ളവരെ മാത്രം നോക്കിയാൽ മതി. കോടതി പറഞ്ഞ റിപ്പോർട്ടെല്ലാം ശരിയാണ്. അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടിനെ തുടരാൻ. എന്റെ ജാലെ, ഈ റിപ്പോർട്ട് നിങ്ങൾ ഈ കാള പറ്റുന്നതായിട്ട് കയറെടുക്കരുത്. റിപ്പോർട്ടിന് വേറെ ഒരു തുടരന്വേഷണം ഒന്നുമില്ല, വേറെ പുനരന്വേഷണമില്ല, KM മാണിയെ പ്രതിയാക്കാൻ ഉത്തരവില്ല. അപ്പൊ തുടരന്വേഷണം ഇത് ഇനി ഒരു 5-6 കൊല്ലം കൊണ്ട് സുപ്രീം കോടതി വരെ പോയി പറ്റില്ല. 5-6 കൊല്ലം പറ്റില്ല. കാരണം ആസ് എക്സ്പീഡിഷ്യസ്ലി ആസ് പോസിബിൾ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ആസ് എക്സ്പീഡിയസ്ലി ആസ് പോസിബിൾ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് 2-3 ആഴ്ചയ്ക്കകം കൊടുക്കേണ്ടി വരും. സുകേഷിന് അങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ടാൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ കോടതി ഇപ്പോൾ ഉത്തരവ് മേടിക്കും. സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കണം. ഞങ്ങൾ കോടതി ആയിക്കോട്ടെ. ഇത് നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ വന്നത്. ഈ ഒരുപക്ഷെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ നേരത്തെ നടത്താൻ വേണ്ടി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു, ശ്രമിച്ചാൽ മതിയായിരുന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങളായിട്ട് ഇടപെട്ട് അത് വൈകിച്ചത് കാരണം ഇപ്പൊ ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടോ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇത്രയും വൈകിപ്പിച്ചതിന് പിന്നിൽ KM മാണി സാറിനെ കൊടുക്കാൻ വല്ല ഗൂഢാലോചനയും മുസ്ലിം ലീഗും UDF ഏതെങ്കിലും കക്ഷികൾ ചേർന്ന് ചെയ്തിട്ടുണ്ടാകുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, സംശയം. ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കുന്ന കേരള കോൺഗ്രസ് അതിനെ കുറിച്ച് വല്ല മറുപടി ഉണ്ടോന്നാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ ബിജു രമേശ്, എനിക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ, ഞാൻ നേരത്തെ മാറ്റിവെച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ശ്രീ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർക്ക് സംശയമുള്ള കാര്യങ്ങൾ. ആ 90 ലക്ഷം രൂപ ഇപ്പോൾ എവിടെ? ബാക്കിയുള്ള ഒരുപാട് കോടികളുണ്ട്. 19 കോടി സ്വർണ്ണ കടക്കാരിൽ നിന്ന് വാങ്ങിയത്, 2 കോടി മില്ല് ഉടമകളിൽ നിന്ന് വാങ്ങിയത്, ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ബാക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ 1 കോടിയിൽ പറഞ്ഞ 90 ലക്ഷത്തിൻ്റെ കാര്യം എവിടെ? 10 ലക്ഷം വീണ്ടും ബാർ അസോസിയേഷൻ്റെ കയ്യിലുണ്ട് എന്നാണ് ആന്റണി രാജു പറയുന്നത്. ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടത്രേ. അതെ, ഞാൻ അതിനു മുമ്പ് ചോദിക്കട്ടെ. ആന്റണി രാജു പറയുന്നത് ഈ കേരള കോൺഗ്രസ്സുകാരുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാരുടെ പേരൊക്കെ പറഞ്ഞു. പക്ഷേ മാണി സാറിൻ്റെ വീട്ടിലേക്ക് 15 ലക്ഷം രൂപ ആദ്യം കൊണ്ടുപോയി രാവിലെ 7 മണിക്ക് കൊണ്ടുപോയി അകത്ത് നിൽക്കുന്ന ജോൺ കല്ലാട്ടിൻ്റെയിലും എടശ്ശേരി ജോസേട്ടനും ഉൾപ്പെടെ ഉള്ളവരുടെ ഉള്ളപ്പോൾ കൊണ്ടുപോയി കൊടുത്തത് 2 കേരള കോൺഗ്രസ്സുകാരാണ്. ഒന്ന് അംബാസിഡറുള്ള തങ്കച്ചൻ എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ്സുകാരനാണ്. സാജു ഡൊമിനിക് എന്ന് പറഞ്ഞ പാലയിലുള്ള കേരള കോൺഗ്രസ്സുകാരാണ്. അവർക്ക് ഈ അഴിമതിയിൽ നടക്കുന്നതിൽ അവർക്ക് മാനസികമായി പ്രതിഷേധവുമുണ്ട്. അവർ ആ മൊഴി പോലും ക്വിക്ക് വെരിഫിക്കേഷനിൽ അവർ കൊണ്ടുപോയി മാണി സാറിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി ക്യാഷ് കൊടുത്തവർ പറഞ്ഞിട്ടുണ്ട്.
രണ്ടാമത്തെ എഫ്ഐആറിലും അവർ എടുത്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള മറ്റേ അന്വേഷണത്തിലും അവർ ആ മൊഴി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതാണ്. അപ്പോൾ പിന്നെ ആ 15 ലക്ഷം രൂപ പിന്നെ തിരിച്ച് അവിടെ നിന്ന് മാണിസാറിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് രണ്ടാമത് കണക്കിൽ കൃത്രിമമായി എഴുതി ഉണ്ടാക്കിയ ഒരു പുതിയൊരു ക്യാഷ് ബുക്കിൻ്റെ കണക്കാണ് ആന്റണി രാജു പറയുന്നത്. അങ്ങനെ ഒരു ക്യാഷ് ബുക്ക് ഇല്ല. അങ്ങനെ ഒരു ക്യാഷ് ബുക്ക് ഉണ്ടെങ്കിൽ ഏകദേശം 25 കോടി രൂപയുടെ കഴിഞ്ഞ 3 വർഷങ്ങളായി ഇങ്ങനെയുള്ള എന്തൊക്കെ തിരിമറികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വേറെ നടന്നിട്ടുണ്ട്. താങ്കൾക്ക് അറിയാവുന്നത് പോലെ ചില കേസുകളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക, ചിലർക്ക് ഉദ്യോഗത്തിൽ കയറ്റമുണ്ടാക്കി കൊടുക്കുക, ചിലർക്ക് വേറെ ചില സാമ്പത്തികമായ സഹായങ്ങൾ പറയുക, ചില ഓഫറുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ താങ്കൾക്ക് അറിയാവുന്നതുണ്ട് ഈ കേസുമായി നേരിട്ടുള്ളത്? നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചൈന സുനിൽ വന്നിട്ട് ചാനലിൽ സംസാരിക്കുന്നു, മാണിസാറിന് വേണ്ടി വക്കാലത്തിന് സംസാരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി മാത്രമാണ് കോർ കമ്മിറ്റിയോ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയാത്ത ചൈന സുനിൽ തന്നെ 3 കോടി രൂപ KFCയിൽ നിന്ന് അടയ്ക്കാനും 3 കോടി ചില്ലുവാൻ രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. അത് ഏകദേശം 70 ലക്ഷം രൂപ ആക്കി ഏകദേശം 2 കോടി 30 ലക്ഷം രൂപയോളം ഇൻട്രസ്റ്റിൽ കുറവ് വരുത്തി കൊടുത്തതായിട്ടാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത്. രണ്ടാമത് 10 കോടി രൂപ പിന്നെയും ഈ ഗോകുലം ചിട്ടി ഫണ്ട്സ് നിന്ന് ലോൺ എടുത്തിട്ടുള്ള ലോൺ ടേക്ക് ഓവർ ചെയ്യാൻ പോയപ്പോഴാണ് അത് MLA-മാരും ബാക്കിയുള്ളവരും അത് ഇഷ്യൂ ആക്കി കൊണ്ടുവരികയും ആ പ്രോസസ്സ് അവിടെ നിർത്തിവെച്ചു. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മൊഴി മാറ്റി പറഞ്ഞതിന് വേണ്ടി മാത്രം ഈ ലോട്ടറി ഏജൻസി 3 ജില്ലയുടെ ലോട്ടറി ഏജൻസി നൽകിയതായിട്ടാണ് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ വിവരം കേൾക്കുന്നത്. അപ്പം അതുപോലെ തന്നെ രാജ്കുമാർ ഉണ്ണിക്ക് ഈ ട്രാവൻകൂർ ഷുഗേഴ്സിൽ സ്പിരിറ്റ് സപ്ലൈ ചെയ്തതിൽ 84 ലക്ഷം രൂപയോളം അവിടെ ഡ്യൂട്ടി ഇനത്തിൽ അവിടെ അടയ്ക്കാനുണ്ടായിരുന്നു. അത് വേവി ഒഴിവാക്കി കൊടുത്തതായിട്ട് കേൾക്കുന്നുണ്ട്. അതിലുപരി കൺസ്യൂമർ ഫെഡിൽ ഉള്ള കേസിൽ 15-16 കോടി രൂപയുടെ അടങ്ങുന്ന വിജിലൻസ് കേസിൽ രാജ്കുമാർ ഉണ്ണിക്ക് പങ്കുണ്ട്. ഈ റെജി മേനോനെ അവിടെ നിയമിക്കുന്ന ശ്രീ രാജ്കുമാർ ഉണ്ണിയുടെ സമ്മർദ്ദത്തിലാണ് നടന്നിട്ടുള്ള ഈ അരി പയർ തുടങ്ങിയ പല സപ്ലൈകളും അവിടെ നടത്തിയിരുന്നതിൻ്റെ പിന്നിൽ രാജ്കുമാർ ഉണ്ണി ഉണ്ട്. പിന്നെ പോർട്ടുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും രാജ്കുമാർ ഉണ്ണിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് അതിലും ഇനിയും ബന്ധപ്പെടാൻ പോകുന്നതായിട്ട് കേട്ടു. പണ്ട് പോർട്ടിലെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പുതിയ പോർട്ടുമായി ബന്ധപ്പെട്ട് പുതിയ വർക്ക് അവർ ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ഓഫറുകൾ ഇതിൻ്റെ സാക്ഷികളുമായി നിന്നവരെ സഹായിക്കുകയും സാമ്പത്തികമായി കോടികളുടെ ലാഭം അവർക്കുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് മാറ്റി പറയുന്നതിലേക്ക് വേണ്ടി ഈ ആദ്യം ജോൺ ഗല്ലാട്ട് വഴി എനിക്ക് 10 കോടി രൂപ ഓഫർ ജോസ് കെ മാണി സംസാരിച്ചു. തുടർന്ന് രാധാകൃഷ്ണ പിള്ള എന്ന് പറയുന്ന കൊട്ടാരക്കരയുള്ളൊരു വ്യക്തി എൻ്റെ ഓഫീസിൽ വരികയും 2 പ്രാവശ്യം വന്ന് സംസാരിക്കുകയും രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ തന്നെ ഫോണിൽ എന്നെ വിളിച്ച് ജോസ് കെ മാണിയെ വിളിച്ച് ഫോണിൽ കണക്ട് ചെയ്യുകയും ചെയ്തതാണ്. ഇത് ഞാൻ പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയില്ല. അന്ന് ജോസ് കെ മാണി പറഞ്ഞു ഞങ്ങൾ 10 കോടി 10 പറഞ്ഞു, ഇനി ബിജുവിൻ്റെ എന്താണ് എൻ്റെ ഓഫർ അങ്ങോട്ട് പറയാനാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പിന്നെ സംസാരിക്കാമെന്നൊരു ഫോൺ കട്ട് ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഓരോരുത്തരെയും അവരുടെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ സാമ്പത്തികമായി പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പർച്ചേസ് ചെയ്യും, അല്ല മറ്റ് സ്ഥാനമോഹങ്ങൾ കൊടുത്ത്. വിൻസെൻ്റ് പോൾ സാറിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അദ്ദേഹത്തിന് റിട്ടയർ ആയി കഴിഞ്ഞാൽ മറ്റു സ്ഥലത്തേക്ക് സ്ഥാനമോഹങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 6 വർഷത്തേക്കുള്ള ഈ സിബി മാത്യു സാറ് പോകുന്ന ആ തസ്തികയിലേക്ക് വരെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഓഫർ പറഞ്ഞിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന് അതിന് വഴങ്ങപ്പെട്ടിട്ടോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടോ ആയിരിക്കാം അദ്ദേഹം ഇങ്ങനെയുള്ള താങ്കൾക്ക് തന്നെ ചില ഓഫറുകൾ വന്നിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ സമ്മർദ്ദമായിരിക്കാം. ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരാളാണല്ലോ, താങ്കൾക്ക് തന്നെ ഓഫറുകൾ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. താങ്കൾക്ക് ഓഫറുകളാണോ വന്നത് അതോ ഭീഷണിയാണോ വന്നത്? രണ്ടും വന്നായിരുന്നു. ഓഫറും വന്നു, ഭീഷണി വന്നു. എൻ്റെ ഹോട്ടലിൽ തന്നെ തുടർച്ചയായി രാവിലെയും തൊട്ട് രാത്രി വരെ തന്നെ എക്സൈസിൻ്റെ 2 ടീമുകളുടെ റെയ്ഡുകൾ നടത്തി. മറ്റേ ഇലക്ട്രിസിറ്റിയുടെ കംപ്ലീറ്റ് ഹോട്ടലുകൾ എല്ലാ സ്ഥാപനങ്ങളിലും ഇലക്ട്രിസിറ്റികളുടെ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ്സിലെ എറണാകുളത്തെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇൻസ്പെക്ഷനും അതിൻ്റെ പേരിൽ കുറേ റിസർച്ച് റെയ്ഡും ഒക്കെ നടത്തി. ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ള വസ്തുതയിലുപരി ഈ 10 കോടി രൂപ ഓഫർ ചെയ്യുകയും തുടർന്നുള്ള ഓഫറുകളായിട്ട് മുന്നോട്ട് വന്നു. അതിനുശേഷം എൻ്റെ ഒരു സ്ഥലം കെട്ടിടം തന്നെ ഹോട്ടലിരിക്കുന്നത് തന്നെ പുറമ്പോക്കാണെന്ന് ചിത്രീകരിക്കാൻ നോക്കി. അതിൻ്റെ റെക്കോർഡ്സുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആദ്യം തന്നെ നോട്ടീസ് പിൻവലിച്ചു. രണ്ടാമത് വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ എൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീഴുമെന്നും അല്ലെങ്കിൽ അത് ഇടിച്ചാൽ മാത്രമേ ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിലെ വെള്ള പ്രശ്നം തീരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു പ്രൈവറ്റ് ലാൻഡാണ്,
അത് എടുക്കണമെങ്കിൽ നിങ്ങൾ ലാൻഡ് അക്വിസിഷൻ വഴി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ സ്ഥലം എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് തന്ന് കോടതിയിൽ നിന്ന് മാത്രമാണ് അവസാനം അഭയം ലഭിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പലരോടും വേണ്ടപ്പെട്ടവർ സംസാരിച്ചെങ്കിലും എൻ്റെ കാര്യത്തിൽ അഡമൻ്റായിട്ടുള്ള നിലപാട് ഏത് രീതിയിലും ഇതുവരെ ബിജു രമേശ് നമ്മൾ സഹകരിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ വളരെ ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് വന്നത്. അപ്പോൾ ഇതിനെ എതിർക്കുന്നവരെ ഏത് രീതിയിലും തകർക്കുക എന്ന് കെ ബാബു തന്നെ ഇതുമായി സംസാരിക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു എനിക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ഈ രീതിയിലേക്ക് വ്യക്തിപരമായി പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞ ബിജു രമേശിൻ്റെ അസ്ഥിവാരം ഞങ്ങൾ തോണ്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഘട്ടമായിട്ടാണ് പല രീതിയിലും ഔദ്യോഗിക തലത്തിലും ബിസിനസ് തലത്തിലും ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് പല ബുദ്ധിമുട്ടുകളും. ബിജു രമേശ് എന്തായാലും ഇനിയിപ്പോൾ ഇതൊരു തുടരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. എന്തായാലും അമ്പിളി ഉൾപ്പെടെയുള്ളവർ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് ഇനി കൂടുതൽ ഉത്തരങ്ങൾ നൽകാനുണ്ടോ? ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടോ? ഇത് കെ എം മാണി സാറിൽ തന്നെ ഒതുങ്ങി പോകാനാണോ സാധ്യത? ഈ കാര്യങ്ങൾ ഇനി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ എല്ലാം തുറന്നു പറയും എന്ന് താങ്കൾ ഉറച്ച് കരുതുകയാണോ ഇപ്പോൾ? ഇല്ല, അത് കെ എം മാണി സാറിൻ്റെ കേസിൽ തന്നെ നമുക്ക് ഒന്ന് മാണി സാർ ഇരിക്കുന്ന നിയമവകുപ്പ് മന്ത്രി, ബാക്കി മന്ത്രിമാരെല്ലാം കൂടി ചേർന്ന് അതിനെ സംരക്ഷിക്കാൻ നോക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ അതിൻ്റെ ഈ വസ്തുത പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും പേര് പറഞ്ഞു. ഇപ്പോൾ ബാബുവിൻ്റെ പേര് പറഞ്ഞു. അന്വേഷണം തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടു. അതിനുശേഷം ബാബു എനിക്കെതിരെ ക്രിമിനൽ കേസായി. അതിനുശേഷം 25 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസായി. മാണി സാറാണ് ഈ 10 കോടി രൂപയുടെ മാനനഷ്ട കേസായി. നമുക്ക് നല്ലൊരു സമയം കേസിനും ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നു. ഒരു കേസെങ്കിലും നമ്മൾ പറഞ്ഞ് തെളിയിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഘട്ടമായി ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നതിന് എനിക്കും ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് മൊഴി പറയുന്നവർക്കും പോലും അവർക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവർക്ക് സമ്മർദ്ദങ്ങൾ ചൊലുത്തുന്നു. രാഷ്ട്രീയ തലത്തിലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഈ സാക്ഷികളെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കേസ് അട്ടിമറിച്ചത്. നേരത്തെ ഒരു ശബ്ദം കേൾപ്പിക്കുകയുണ്ടായി. അത് കേട്ടത് ശ്രീ സുകേശൻ SP ശബ്ദം തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതിന് ആന്റണി രാജു തർക്കിക്കുന്നുണ്ടായിരുന്നു സുകേശനാണെന്ന് എന്താ ഉറപ്പെന്ന്. ആ ശബ്ദം വളരെ സ്പഷ്ടമാണ്. അത് ശ്രീ സുകേശൻ്റെ ശബ്ദം തന്നെയാണ് നേരത്തെ കേട്ടത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വരെ ആലോചിച്ചു എന്ന് പറയപ്പെടുന്ന ശബ്ദം. അപ്പോൾ ഈ ഒരു അവസ്ഥ പലർക്കും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. എനിക്ക് തന്നെ വളരെയേറെ രീതിയിൽ എന്നെ സമ്മർദ്ദങ്ങൾ ഇവർ ചൊലുത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. റൈറ്റ്. ശ്രീ ബിജു രമേശ്, ഞാൻ താങ്കളിലേക്ക് ഒരു ഘട്ടത്തിൽ കൂടെ വന്ന് താങ്കൾ ഇതിൽ നിന്ന് താങ്കൾക്ക് ഒഴിവാക്കി തരാം. താങ്കൾ ഒരുപാട് മീഡിയകളുടെ മുമ്പിലാണിപ്പോൾ എന്ന് എനിക്കറിയാം. പക്ഷേ വ്യക്തമായി 1-2 ചോദ്യങ്ങൾക്ക് കൂടി നമുക്ക് ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരു വർഷത്തിന് മുൻപ് ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില ആധികാരികത ജനങ്ങൾക്ക് മുമ്പിൽ കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഈ പരിപാടിക്കുണ്ട് എന്നുള്ളത് അങ്ങേക്ക് കൂടി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം കൂടി അങ്ങേ ബുദ്ധിമുട്ടിക്കും. അങ്ങ് തന്ന വാക്കനുസരിച്ച്, ഞാൻ തന്ന വാക്കനുസരിച്ച് അങ്ങേ മോചിപ്പിക്കുന്നതാണ്. അങ്ങ് 1 മിനിറ്റ് തുടരുക. നമുക്ക് മറ്റതിഥികളിലെ ഒരു പരാമർശം കൂടി എടുത്തിട്ട് അവരുടെ അഭിപ്രായം കൂടി എടുത്തിട്ട് ഞാൻ തിരിച്ച് അങ്ങയിലേക്ക് തന്നെ വരാം. ശ്രീ A. സജീവൻ, താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. ഇന്നത്തെ വിധി താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഇനിയിപ്പോൾ ഈ വിധിയിലൂടെ കേരളം മുന്നോട്ട് കാണാൻ പോകുന്നത്? കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രിയും കെ എം മാണി സാറും ഒക്കെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏഷ്യാനെറ്റിലേക്ക് കയറാൻ പോവാണ്. തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കോടതിയുടെ ഫൈനൽ വിധി വരണം. അപ്പോഴാണ് ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ ഈ കസേര വിടില്ല എന്ന നിലയിലാണ് ശ്രീ കെ എം മാണി പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതൊരു ആരോപണ വിധേയനും അങ്ങനെ പ്രതികരിക്കാം. കാരണം നിയമപ്രകാരം അദ്ദേഹം രാജിവെക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ചന്ദ്രബോസ് വധക്കേസിൽ പ്രതിയായിട്ടുള്ള നിഷാമിനെ നമ്മളെന്തിനാണ് ഇങ്ങനെ കൂട്ടിൽ വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് ഇതേപോലെയുള്ള അവകാശങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനും വേണമെങ്കിൽ അത് നിരപരാധിയാണെന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്തുകൊണ്ട് കോടതി ഇദ്ദേഹത്തെ ഇപ്പോഴും തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതിന് കാരണമുണ്ടല്ലോ. കാരണം അത് നമ്മൾ മനസ്സിലാക്കി. 1-ാം സാക്ഷി തന്നെ കൂറുമാറാനുണ്ടായ കാരണം ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ഇതിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. ഇതേപോലെ ഇവിടെ ഒരു കേസുണ്ട്.
കേസുണ്ടെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ആൾ അധികാരത്തിൻ്റെ സ്ഥാനത്ത് അധികാര കസേരയിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരുന്നു കൊണ്ട് കേസിനെ സ്വാധീനിച്ച് കേസ് അട്ടിമറിച്ചുള്ള കഥകൾ പലതും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിലുള്ളത് ഒരു ആരോപണ വിധേയൻ അധികാരത്തിലിരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് നിയമമന്ത്രിയായിരിക്കെ ഈ സർക്കാർ കൈകാര്യം ചെയ്യേണ്ട ഇത് നിയമവകുപ്പാണല്ലോ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിൻ്റെ അധിപനായിട്ടിരിക്കെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഉണ്ടായിട്ട് അത് ഏതാണ്ട് തെളിപ്പ് കോടതി ഏതാണ്ട് പകുതി വിധി പറഞ്ഞു കഴിഞ്ഞു, തെളിവുണ്ട് എന്ന് അദ്ദേഹം ജഡ്ജി പറഞ്ഞു കഴിഞ്ഞു. ഇതിനെതിരെ നേരത്തെ ആന്റണി രാജു പറഞ്ഞു, ആന്റണി രാജു ഉള്ള സമയത്ത് മറുപടി പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോടതി ഇദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞില്ലല്ലോ, ചാർജ് ഷീറ്റ് കൊടുത്തില്ലല്ലോ എന്നൊക്കെയാണ്. ചാർജ് ഷീറ്റ് കൊടുക്കാൻ എങ്ങനെയാണ് ഇതിൽ ഈ കോടതിക്ക് മുമ്പാകെ വന്ന പെറ്റീഷൻ എന്താണ്? ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നോ കൊടുക്കട്ടെ എന്നുള്ളതല്ലല്ലോ. കോടതിക്ക് മുമ്പാകെ റെഫർ നോട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട, ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് എന്ന രീതിയിൽ വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ കേസ് അന്വേഷണം നടത്തി സുകേശൻ ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ സുകേശൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ടിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ അതിലാണ് കോടതി പറഞ്ഞത് ഇതിൽ തെളിവുകളുണ്ട്, ഇദ്ദേഹം തന്നെ അന്വേഷിക്കണം. അത് തന്നെയാണ് ഏതാണ്ട് വിധി. ഇനി സാങ്കേതികമായിട്ടുള്ള അന്വേഷണവും ബാക്കി വിധിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ എന്തുകൊണ്ട് കെ.എം. മാണി ഇതിൽ രാജിവെക്കുന്നില്ല എന്നുള്ളത് പല ആളുകൾ അത്ഭുതപ്പെടുമ്പോൾ രാജിവെക്കാതിരിക്കുന്ന അതിൻ്റെ സാങ്കേതികത്വത്തിൽ ഊന്നിയിട്ട് രാജിവെക്കാതിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ പ്രത്യാഘാതങ്ങൾ ആ രീതിയിൽ ഉണ്ടാക്കില്ലെങ്കിലും സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ആ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ജനങ്ങളുടെ മനസ്സിൽ ഇതൊരു കോടതി തെറ്റാണ് ചെയ്തത്, ആന്റണി രാജുവൊക്കെ പറഞ്ഞ പോലെ നിരപരാധിയായൊരു മനുഷ്യനെ വെറുതെ ഇതാ കുറ്റവാളിയാക്കുന്നു എന്ന രീതിയിൽ കോടതി തെറ്റാണ് ചെയ്തതെന്ന് ജനം വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെയാണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. ശ്രീ വി രാജേഷ്, ശ്രീ PM മനോജ് എന്നിവർ കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ശ്രീ വി രാജേഷ്, BJP എന്താണ് ഇതിനകത്ത്? ഒന്നും പ്രതികരിച്ച് കണ്ടില്ല. വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിക്കാൻ എത്തിയിരുന്ന BJP ഇതിൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഈ വിധി വന്നത് 11:10-നാണ്. 11:30 തന്നെ കോട്ടയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മീറ്റ് ദ പ്രസ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ നിലപാട് പറഞ്ഞത്. പക്ഷേ കോട്ടയത്തുള്ള ഇലക്ട്രോണിക് മീഡിയകളെല്ലാം തന്നെ ഇന്ന് പാലയിലായിരുന്നതുകൊണ്ട് ചാനലുകളിൽ ആ വാർത്ത കാര്യമായി വന്നില്ല. സംസ്ഥാന അധ്യക്ഷൻ കോട്ടയത്ത് പ്രതികരിച്ചതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ പ്രതികരിക്കാത്തത്. നാളത്തെ പത്രങ്ങളിൽ അത് എല്ലാ യൂണിറ്റുകളും ഇന്ന് പാലയിൽ ബഹുമാനപ്പെട്ട K.M. മാണിയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ഇലക്ട്രോണിക് മീഡിയയിൽ കൂടുതലായി വന്നിട്ടില്ല. എന്താണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട് അല്ല, താങ്കളുടെ ചോദ്യത്തിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാനുള്ളത് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാനത് ക്ലാരിഫൈ ചെയ്തിട്ട് നിലപാടിലേക്ക് വരാം. ഇതിൽ നിലപാട് കേരളത്തെ നോക്കി പരിഹസിക്കുകയാണ്. കേരള ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളെ നോക്കി പരിഹസിക്കുകയാണ്. ഇത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ പരിഹാസം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇവിടെ K.M. മാണി ആദ്യം തന്നെ അദ്ദേഹം കുറച്ചെങ്കിലും അദ്ദേഹത്തിനൊരു ജനാധിപത്യത്തോടൊരു ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ വിധി വന്ന ആ നിമിഷം തന്നെ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുമായിരുന്നു. മറ്റൊരു കാര്യം, ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, പലപ്പോഴും ചർച്ച ചെയ്ത് കാണാത്തൊരു കാര്യം, ആഭ്യന്തര വകുപ്പ് മന്ത്രി നിലപാട് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് നേരെ ഒരു സെഷൻസ് കോർട്ട് അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഒന്നുകിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണം അദ്ദേഹം അറിഞ്ഞിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ തെറ്റായ റിപ്പോർട്ട് കൊടുത്തത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഡ്വൈസോടുകൂടിയാണ് കൊടുത്തത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇതിന് നേതൃത്വം കൊടുത്തതെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പുറത്താക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകണം. അല്ല, മുഖ്യമന്ത്രി തന്നെയാണ് ചെയ്തതെങ്കിൽ ഈ ഗവൺമെൻറ് രാജിവെച്ച് ജനവിധി തേടണം. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർ തനിയെ ഇങ്ങോട്ട് വന്ന് പറയണോ ഞങ്ങളാണ് അല്ലെങ്കിൽ മറ്റേ ആളാണെന്ന്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലാൽ, ഞങ്ങൾക്ക് തോന്നാൻ വേണ്ടി കുറേ കാലം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരിലെ ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായാലും ഈ K.M. മാണി ആയാലും ഒക്കെ തന്നെ ജന്മത്ത് രാജിവെക്കും. ഈ 5 വർഷം കഴിഞ്ഞാലെങ്കിലും ആ സെക്രട്ടേറിയറ്റ് വിട്ട് ഇവരൊന്ന് പുറത്തിറങ്ങിയാൽ ഭാഗ്യം. അല്ലെങ്കിൽ പോലീസ് തന്നെ നിയമവിരുദ്ധമായ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നതിന് വേണ്ടി അവരെ പിടിച്ചു പുറത്താക്കി. നമുക്ക് കേരള കോൺഗ്രസ് വക്താവ് ശ്രീ ജോബ് മൈക്കൽ കൂടി കൊച്ചിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇത് കഴിഞ്ഞ ദിവസം കേരള ഹൗസിന്റെ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് മൃദു സമീപനം, ഭാഷ പോരാ എന്നൊക്കെയാണ്. വി രാജേഷ്, നിങ്ങളുടെ പതിവ് ആവേശം കാണുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണോ ഈ കാര്യത്തിൽ ഭാഷയ്ക്ക് ഒരു മൃദുത്വം വരുന്നത്, വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്? വേണ്ട കാര്യങ്ങൾ ഇന്ന് യുവമോർച്ച സമരം ചെയ്തില്ലേ? സെക്രട്ടേറിയറ്റിന് മുമ്പ് 2 മണിക്കൂർ മുമ്പല്ലേ യുവമോർച്ച സമരം ചെയ്തത്?
ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ LDF, ഇവിടുത്തെ പ്രതിപക്ഷം തുടക്കം മുതലേ സ്വീകരിച്ച മൃദു സമീപനമാണ്. ലാൽ ഒരു പക്ഷേ എൻ്റെ ഇപ്പോൾ വിഷയം മാറ്റിയേക്കാം, എങ്കിലും പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചൊരു മൃദു സമീപനവും KM മാണി ഒന്ന് തലോടി വിടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമവുമാണ്. KM മാണിയുടെ വിഷയം ഒരു സംസ്ഥാന വിഷയമായി ഉയർന്നു വന്ന സമയത്ത് അതിനെ ഒരു ചെറിയ ക്യാൻവാസിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പാലയിൽ മാത്രം ഹർത്താൽ നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി പ്രതിപക്ഷം തീരുമാനിച്ചിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി KM മാണിക്ക് ശക്തി ലഭിച്ചത്. അന്നും ഈ നിമിഷം വരെയും KM മാണിക്കെതിരെ ഏറ്റവും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന BJP ആണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിയമസഭയ്ക്കുള്ളിൽ ഞങ്ങൾക്കൊരു അംഗം പോലുമില്ല പ്രതികരിക്കാൻ വേണ്ടി. ഞങ്ങൾ പറയുന്നത് ഒരു നിമിഷം ഇനിയിപ്പോൾ എന്തായാലും 4-5 മാസമല്ലേ ഉള്ളൂ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇത്രത്തോളം നാണം കെട്ട തരത്തിലുള്ള ഒരു വിധി പകുതി തന്നെ ബഹുമാനപ്പെട്ട ശ്രീ A സജീവൻ അവർ പറഞ്ഞതുപോലെ ഒരു ഹൈക്കോടതി ഒരു ജില്ലാ ജഡ്ജി ഏറ്റവും പ്രധാനമായ കണ്ടെത്തുകൾ ഭാഗികമായി വിധി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരാവശ്യമില്ല. മാത്രമല്ല ജഡ്ജി ശ്രീ PM മനോജ്, ഇപ്പോഴും KM മാണി സാർ രാജി തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി അത് തള്ളിക്കളഞ്ഞ മട്ടു തന്നെയാണ്. ഗവൺമെന്റിൽ ആരും തന്നെ ഇത് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പീൽ പോവുകയാണ് കാര്യങ്ങളിൽ. എന്താണ് പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത്? അല്ല, അതിനു മുമ്പ് പ്രതിപക്ഷം കാണിച്ച എന്തോ അലംഭാവത്തെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് രാജേഷ് പറഞ്ഞു. അതിന് മറുപടി പറയണമല്ലോ. പ്രതിപക്ഷം കൊടുത്ത കേസിലാണ് ഇന്ന് വിധിയുണ്ടായിട്ടുള്ളത്. ഈ പ്രതിപക്ഷമാണ് നിയമസഭയിൽ ബജറ്റ് അവതരണം തടയുമെന്ന് പറഞ്ഞത്. എന്നിട്ട് അത് വളഞ്ഞ വഴിയുടെ ബജറ്റ് അവതരിപ്പിച്ച് ലഡു കഴിക്കുന്നതും പ്രതിപക്ഷത്തെ വനിതാ അംഗങ്ങളെ ഉപദ്രവിക്കുന്നതും സംഘടിതമായി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ മൃദു സമീപനം, BJPയുടെ സമീപനം, അതായത് പിന്നെ രാജേഷ് പറഞ്ഞതിന് ഞാൻ വാദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് ശരിയായിരിക്കും അംഗീകരിക്കുന്നു, അതിനെതിരായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രതിപക്ഷമാണ് ഈ വിഷയം ഇന്ന് വരെ ഉയർത്തിക്കൊണ്ടുവന്നതും അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ളതും. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ്, LDF കൺവീനർ, ഇപ്പോൾ നേരത്തെ ഇവിടെ ഇരുന്ന സുനിൽകുമാർ, ഇവരൊക്കെ കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇപ്പോഴേ ഒന്ന് കൊടുത്ത ഈ കോഴ കൊടുത്തവർ പറയുന്നു ഞങ്ങൾ കൊടുത്തു എന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു കോഴ കൊടുത്തതിന് തെളിവുണ്ടെന്ന്. ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു ആ തെളിവ് ശരിയാണ് എന്ന്. എന്നിട്ടും രാജി ഇല്ല എന്ന് പറയുന്ന മാണി, രാജി വെക്കേണ്ടതില്ല, ഞാൻ നേരത്തെ രാജി വെച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഉളുപ്പ്, മാനം എന്നൊക്കെ ഉള്ള ആളുകളോടാണ് രാഷ്ട്രീയം പറയുക, മര്യാദയുടെ രാഷ്ട്രീയം പറയുക. ഇതൊന്നും ഇല്ലാത്തവരോട് എങ്ങനെ പെരുമാറണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഇപ്പോൾ ഇവിടെ ഒരു വലിയ തുലാമാസമാണല്ലോ, ഇടി, മഴ, മിന്നൽ ഒക്കെ ആയിട്ടാണ് പോയത്. ആര്? നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ ആൻ്റണി രാജു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒറ്റ ചോദ്യം, എന്ത് ഇന്ന് വിജിലൻസ് ഡയറക്ടർ രാജ്യസന്നദ്ധത അറിയിക്കാനോ അല്ലെങ്കിൽ സാങ്കേതികമായി പറഞ്ഞാൽ അവധിയിൽ പോകാനോ, അതോടൊപ്പം തന്നെ വിജിലൻസിൻ്റെ സുതാര്യത നിലനിൽക്കണമെങ്കിൽ ഞാനിനി ആ പദവിയിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാധ്യമങ്ങൾക്ക് പരസ്യമായി പ്രസ്താവന നൽകാനോ തയ്യാറായി. 1. 2, സത്യം ജയിച്ചു എന്ന് നേരത്തെ അന്വേഷിച്ചിരുന്ന ADGP ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞു. ഈ 2 കാര്യങ്ങളും വെച്ച് തന്നെ എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിയിൽ പോയി ഇത് നിരത്തേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ തിരിച്ചെത്താം. ശ്രീ ജോബ് മൈക്കിൾ, അത് കേരള കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് വിൻസൻ M പോൾ ചൂണ്ടിക്കാട്ടിയ മാർഗം KM മാണി സാർ കാണിക്കുന്നില്ല? നമുക്ക് നിയമത്തിൻ്റെ വശങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഘട്ടം കഴിഞ്ഞു. രാഷ്ട്രീയത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒരവസ്ഥയുണ്ട്. അവിടെ ആ മാതൃക കാണിക്കാൻ എന്തുകൊണ്ട് KM മാണി സാർ ഇപ്പോഴും മടി കാണിക്കുന്നു? ഡോക്ടർ ലാൽ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ എന്താണ് ചർച്ച? ഇവിടെ മാണി സാറിന് കുറ്റവിചാരണ നടത്തി ശിക്ഷിച്ച പോലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് അതിൻ്റെ സംഭവം? എന്താ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ നടന്നത്? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തു. അദ്ദേഹത്തിന് മേലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് കോടതിയിലേക്ക് വാദങ്ങൾ വന്നു. അതിനെ സംബന്ധിച്ചുള്ള കോടതി നിരീക്ഷണമുണ്ടായി. ആ നിരീക്ഷണത്തിൽ കോടതി എന്താ പറഞ്ഞത്? തുടരന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടത്തി അതിന്റെ സത്യാവസ്ഥ കണ്ടെടുത്തത്. വെറും നിരീക്ഷണങ്ങളല്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ നിരീക്ഷണങ്ങൾ കണ്ടിട്ട് എന്തുകൊണ്ടാണ് വിൻസൻ M പോൾ അവധിയിലേക്ക് പോയത്? ഞാൻ അവിടെ ഇരുന്നാൽ കളങ്കമുണ്ടാകുമെന്ന് അദ്ദേഹം കരുതിയത് എന്തുകൊണ്ടാണ്?
ഇതെന്തുകൊണ്ട് കെ മാണി സാർ കാണുന്നില്ല? ലാൽ, അത് വിൻസെന്റ് പോൾ പറഞ്ഞത് എന്താണ്? വിൻസെന്റ് പോൾ പറഞ്ഞു, ഞാൻ ചങ്കൂറ്റത്തോടെ പറയുന്നു, ഞാൻ കൊടുത്ത റിപ്പോർട്ടാണ് എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ശരി. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ഞാൻ കൊടുത്ത റിപ്പോർട്ടാണ് കോടതി അംഗീകരിക്കേണ്ടത്. അങ്ങനെ കോടതി ഒരു കണ്ടെത്തൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവധിയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം ശരി. അത് തന്നെയാണ് എന്റെ ചോദ്യം. ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മളിപ്പോ ചോദിക്കുന്നത്. അത് അവിടെ നിന്നോട്ടെ. ഇപ്പോ ആരോപണങ്ങൾ ഉന്നയിച്ചവരെല്ലാം അതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. തെളിവുകൾ പലതും ഇപ്പൊ ഉള്ളതനുസരിച്ച് കോടതിയുടെ കണ്ണിൽ കെ മാണി സാറിനെതിരാണ്. ഇതൊക്കെ വരുമ്പോ എഴുതി കൊടുത്ത റിപ്പോർട്ട് അംഗീകരിച്ചില്ല എന്ന് കണ്ട് ധാർമ്മികതയുടെ പേരിൽ വിൻസെന്റ് പോൾ അവധിയിൽ പോകുന്നു. ഈ ധാർമ്മികത കെ മാണി സാറിന് ഇല്ലേ എന്നാണ് ചോദ്യം. ലാൽ, ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ബാർ മുതലാളിമാരുടെ ഒരു ഗൂഢാലോചന, ബിജു രമേശ് എന്ന് പറയുന്ന ഒരു അക്വാരി മുതലാളി, ആ മുതലാളി ഇവിടുത്തെ ബാർ തുറപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചനയിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് അതിനോട് ചേർന്നിരിക്കുന്നത്. ജോബ് മൈക്കൽ, ഈ പറയുന്ന കോടതിയുടെ വിധിയിൽ, വിജിലൻസ് കോടതിയുടെ വിധിയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ബിജു രമേശിന്റെ ഗൂഢാലോചനയല്ല കാണുന്നത്. ബിജു രമേശ് കൊടുത്ത പൈസ അത് കെ മാണി സാറിന്റെ വീട് വരെ എത്തി. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് അമ്പിളിയെ ചോദ്യം ചെയ്തപ്പോ നുണപരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തുടർന്ന് അന്വേഷിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കി കോടതിയിൽ കൊടുത്തു. കോടതി തള്ളി. ഇതാണ് സംഭവിച്ചത്. ഇവിടെ കോടതിക്കല്ല പ്രസക്തി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം മാധ്യമങ്ങളാണ് ഇവിടെ വിധി പ്രഖ്യാപിക്കുന്നത്. മാധ്യമങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ 337 സാക്ഷികളെ ഏതെങ്കിലും ഒരു സാക്ഷിയെ കോടതി വിളിച്ചു വരുത്തിയോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു സാക്ഷിയെ വിചാരണ നടത്തിയോ? ഇല്ലല്ലോ. ഈ സാക്ഷികൾ പറയുന്നതെല്ലാം ഈ ബാർമകളാണ്. അവർ പൈസ കൊടുത്തവരാണ്. പൈസ കൊടുത്തവർ ഒരിക്കലും അത് ഏറ്റു പറയില്ല. മാത്രമല്ല, അവർക്ക് എത്ര തവണ നോട്ടീസ് അയച്ചിട്ടാണ് അവർ എത്തിയത്. അവർ പലപ്പോഴും വന്നില്ല, നുണപരിശോധനയ്ക്ക് തയ്യാറായില്ല, ഭീഷണിപ്പെടുത്തി വരുത്തിയതാണ് ചിലരെയെങ്കിലും. ഞാൻ ലാലെ വെല്ലുവിളിച്ച് പറയുന്നു, ബിജു രമേശിനെ കൊണ്ടുവരൂ. 1 രൂപയെങ്കിലും ബിജു രമേശിന്റെ കയ്യിൽ നിന്ന് കെ എം മാണി സാറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് സമാധാനം പറയാൻ തയ്യാറാണ്. പോലും കൊടുത്തിട്ടില്ല. ആരോ എവിടെയോ കൊടുത്തുവെന്നും പറഞ്ഞാണ് ബിജു രമേശ് പറഞ്ഞത്. ഞാനൊക്കെ ചോദിച്ചോട്ടെ, എന്തിനിങ്ങനെ കള്ളത്തരത്തിൽ ചെയ്യാൻ പോകുന്നു? അമ്പിളി എന്ന് പറഞ്ഞ ആരാ? ബിജു രമേശിന്റെ സ്വന്തം സഹചാരിയായ ഒരു ഗുണ്ടയാണ് ജോബ് മൈക്കൽ. ഇതൊക്കെ ഇത്രയും കാലം 363 ദിവസം ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആ പോയിന്റിലേക്ക് വരിക. ഇവിടെ കോടതി കണ്ടെത്തിയ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഈ വിജിലൻസ് ഡയറക്ടർ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കണ്ടെത്തിയ കാര്യങ്ങളെ മറികടന്നുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ് കോടതിയിൽ കൊടുത്തത്. അത് ശരിയല്ല, കോടതി അംഗീകരിക്കുന്നില്ല. എന്തുട്ട് മറുപടി? ഗൂഢാലോചന എന്ന് പറയല്ലേ? അതെ ലാൽ, ഞാനതിന് വ്യക്തമായ മറുപടി പറയാം. ഇവിടെ ഒരു പോലീസ് കോൺസ്റ്റബിള് ഒരാൾക്കെതിരെ ഒരു കേസെടുത്താൽ പറഞ്ഞോളൂ. കോൺസ്റ്റബിൾ ഒരാൾക്കെതിരെ കേസെടുത്താൽ, ഞാൻ പറഞ്ഞോണ്ടേ, ഒരു പോലീസ് കോൺസ്റ്റബിള് ഒരാൾക്കെതിരെ കേസെടുത്തിട്ട് ആ പോലീസ് കോൺസ്റ്റബിൾ തന്നെ ചാർജ് എഴുതി ആ ആൾ തന്നെ കോടതിയിലേക്ക് കൊടുത്തുകൊണ്ട് അയാൾ തന്നെ ആ ആളെ ശിക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് എന്തൊരു ന്യായമാ? എവിടുത്തെ നീതിയാ? ഇവിടെ ചെയ്യുന്നത് നമ്മൾക്കിവിടെ വ്യക്തമായ ഒരു ഇന്ത്യൻ പീനൽ കോഡുണ്ട്. ആ ഇന്ത്യൻ പീനൽ കോഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അതല്ലാതെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കുള്ള അധികാരത്തിൽ കൈകടത്തി വിജിലൻസ് ഡയറക്ടർ. അദ്ദേഹം വെറും ഒരു കോൺസ്റ്റബിൾ അല്ല ശ്രീ ജോബ് മൈക്കൽ. അറിവില്ലാതെ പറയരുത്. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്, SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. സുകേശൻ അദ്ദേഹം അന്വേഷിച്ചു, കണ്ടെത്തി, എഴുതി കൊടുത്തു, സമ്മതിച്ചില്ല ഡയറക്ടർ. അദ്ദേഹം ഇന്ന് അതിന്റെ പേരിൽ എന്തായാലും ധാർമ്മികതയുടെ പേരിൽ അവധിയിൽ പോയി. ഇതിനെന്തുകൊണ്ട് മറുപടി എന്നാണ് ചോദിച്ചത്. അവധിയിൽ പോയതല്ല, എഴുതി കൊടുത്ത കാര്യം ആദ്യം എഴുതി കൊടുത്തത് എവിടെ? ഒറ്റക്കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഇന്ന് വിൻസെന്റ് പോൾ എന്താ പറഞ്ഞത്? വിൻസെന്റ് പോൾ പറഞ്ഞു, എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് എൻ്റെ ഇത്ര 32 വർഷത്തെ സർവീസിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഈ കേസ് നിൽക്കുന്നതല്ല.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതി കൊടുത്തെന്ന് അദ്ദേഹം ഈ ഇത്രയും സർവീസുള്ള ഉദ്യോഗസ്ഥർ ഇപ്പൊ എവിടെ? ശ്രീ ജോസ് മൈക്കിൾ, അദ്ദേഹം ഇപ്പൊ എവിടെ? സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നിങ്ങൾ വിലയിരുത്ത്. അദ്ദേഹം പറഞ്ഞ എന്താ? എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞത് എന്താണെന്ന് താങ്കൾ കേട്ടല്ലോ, സത്യം ജയിച്ചു എന്നാണ്. അത് പറഞ്ഞല്ലോ, ഒരു തോക്കിൽ കയറി വെടിവെക്കരുത്. ഒരു കോടതിയിൽ വിചാരണ നടത്താതെ, ഒരു സാക്ഷിയെ വിസ്തരിക്കാതെ, ഇത് പ്രീ പ്ലാൻഡായിട്ട് ഇന്നയാള് കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ അത് എവിടെ? ഇവൻ ലാലിനെ പറ്റി ഞാൻ പറയാണ്. ലാൽ നാളെ ഒരു കേസിൽ പെട്ടു. ഉടനെ ലാലിനെ ഇതുപോലെ തന്നെ വിചാരണ നടത്തി മാധ്യമങ്ങൾ കൂടി പറയാണ്, നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ വിധിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് അയച്ച് കോടതി വിചാരണ നടത്തി സാക്ഷി കൂട്ടിച്ചേർന്ന് ആ സാക്ഷി കൂട്ടി കയറി നിന്ന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് കോടതി എഴുതിയെടുത്ത് വാദമൊക്കെ കേട്ടാ ചെയ്യേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കുറ്റപത്രം അല്ല വിചാരണ ചെയ്തില്ല, സാക്ഷികളെ വിളിച്ചു വരുത്തില്ല എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ബോധപൂർവം ഇത് കാണുന്ന നിയമം അറിയില്ലാത്ത പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദയവ് ചെയ്ത് അതിൽ നിന്നും പിന്മാറണം. എപ്പോഴാണ് സാക്ഷികളെ വിളിച്ചു വരുത്തുന്നത്? കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ? കുറ്റപത്രം സമർപ്പിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടല്ലോ. അല്ല ദയവ് ചെയ്ത് ഇടപെടരുത്. കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി UDF സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അനുവദിച്ചില്ല. ജേക്കബ് തോമസ് KM മാണിയെ ചോദ്യം ചെയ്യണം, KM മാണിയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യണം, പണം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അതിന് അനുവാദം കൊടുത്തില്ല. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതെ സാക്ഷികളെ വിളിച്ചു നടത്തി വിസ്തരിക്കുവാൻ വേണ്ടി ഏത് നിയമം അനുസരിച്ചാണ് ഇവിടെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? ഏത് നിയമം അത് പറയുന്നത്? അങ്ങനെ ഒരു നിയമം ഇല്ലാതിരിക്കെ അങ്ങനെ ചെയ്തില്ല എന്ന് താങ്കൾ പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, താങ്കളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. പിന്നെങ്ങനെയാ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറയുന്നു ഇവിടെ കേസിന്റെ വിചാരണ കഴിഞ്ഞു, ആളെ കുറ്റക്കാരനായി എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ആരും പറഞ്ഞില്ല. കേട്ടത് ഞങ്ങൾ പറഞ്ഞത് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടക്കട്ടെ എന്നാണ്. ലാൽ പറഞ്ഞത്. ഇല്ല, ഇവിടെ പറഞ്ഞു. ആരാ പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞു കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രീ ജോസ് മൈക്കിൾ, അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല. താങ്കൾ അങ്ങനെ പേടിക്കുന്നുണ്ട്, ആളുകൾ അങ്ങനെ പറയുന്നോ എന്ന്, അങ്ങനെ ചിന്തിക്കുന്നോ എന്ന് അങ്ങനെ കരുതണ്ട. തൽക്കാലം അങ്ങനെയൊന്നും വിധി വന്നിട്ടില്ല. ഇതിനകത്തുള്ള കാര്യം അങ്ങനെ ഒരു പേടിയില്ല. നാളെ വരാൻ പോകുന്ന കാര്യത്തിൽ താങ്കൾ സ്വപ്നം കാണുകയാണല്ലോ. ലാലെ അങ്ങനല്ല, ഞങ്ങൾ പറയും 101 പ്രാവശ്യം അന്വേഷിച്ചാലും സത്യാവസ്ഥ വെളിച്ചത്ത് വരണം. സത്യാവസ്ഥ വെളിച്ചത്ത് വരണ്ടേ? പക്ഷെ അങ്ങനെ സത്യാവസ്ഥ വെളിച്ചത്തേക്ക് വരണമെങ്കിൽ ഈ അധികാര സ്ഥാനത്ത് മന്ത്രിയായി അദ്ദേഹം തുടർന്നാൽ എങ്ങനെ ഇപ്പൊ നടന്നതുപോലുള്ള കാര്യങ്ങളല്ലേ നടക്കൂ? കോടതി പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വീണ്ടും ജനങ്ങളുടെ മുമ്പിലൊക്കെ സംശയങ്ങൾ കൂടില്ലേ? ആ കാര്യങ്ങൾക്ക് ഇട കൊടുക്കാതെ വിൻസൻ എം പോൾ കാണിച്ച മാതൃക എന്തുകൊണ്ട് തുടരുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നില്ല? ഇതായിരുന്നു ചോദ്യം. ഇത് പറഞ്ഞല്ലോ, ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഞ്ഞു. മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അത് ആദ്യം തന്നെ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു മുകളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായി, ശരിയായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വരാം. നമുക്ക് ഇത്രയും നേരമായി ഒരു ഇടവേളയിലേക്ക് പോകാൻ സാധിച്ചില്ല. പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോയിട്ട് കൂടുതൽ അതിഥികൾ കൂടി ചർച്ചയിലേക്ക് ചേരും.